ഹലോ ഓൾ, വെൽക്കം ടു ദിശ അക്കാഡമി. സോ നമ്മുടെ പെർസെൻറ്റേജ് ക്ലാസ്സിൻ്റെ 4ാമത്തെ ക്ലാസ്സാണ് ഇന്ന് വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 3 ക്ലാസ് എല്ലാവരും കണ്ടില്ലേ? അതിൽ ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ പ്യുവർ ബേസിക് ആയിരുന്നു. ഒരുപാട് കൺസെപ്റ്റുകൾ അല്ലെങ്കിൽ ഒരുപാട് മൈന്യൂട്ട് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ പറഞ്ഞു തന്നു. ഇനി ഒന്നും അറിയാത്ത ഒരാൾക്ക് ആ ഒരൊറ്റ ക്ലാസ് മതി പെർസെൻറ്റേജിൻ്റെ എല്ലാ കൺസെപ്റ്റും അല്ലെങ്കിൽ എല്ലാ ഡൗട്ടും ക്ലിയർ ആയി. അതിൻ്റെ 2ാമത്തെ ക്ലാസ് എന്ന് പറയുന്നത് അതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ സബ് ടൈപ്പ് ഉണ്ടല്ലോ, ഏകദേശം ഒരു 8ഓളം സബ് ടൈപ്പ് ഉണ്ട്. അതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ് ടൈപ്പ് പറഞ്ഞു തന്നു. എവിടെയൊക്കെ അതിൻ്റെ ആപ്ലിക്കേഷൻസ് ഉണ്ട് അത് ഞാൻ പറഞ്ഞു തന്നില്ലേ. 3ാമത്തെ ക്ലാസ് സക്സസീവ് പെർസെൻറ്റേജിൻ്റെ ഡെഡിക്കേറ്റഡ് ക്ലാസ് ആയിരുന്നു. ഏകദേശം 1 മണിക്കൂറോളം ഏതൊക്കെ ടൈപ്പിലൂടെ നമുക്ക് സക്സസീവ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാം, ഏകദേശം 4-5 മെത്തേഡിൽ ഞാൻ കാണിച്ചു തന്നു. അതിൻ്റെ റിമൈനിങ് പെർസെൻറ്റേജിൻ്റെ കൺസെപ്റ്റ് വെച്ച് അല്ലെങ്കിൽ സക്സസീവ് പെർസെൻറ്റേജിൻ്റെ ഡിക്രീസ് വെച്ചിട്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള പോപ്പുലേഷൻ്റെ ക്വസ്റ്റ്യൻ കാണിച്ചു തന്നു. പിന്നെ അതുപോലെ തന്നെ സാലറീസ്, ഓരോ സാലറി ഈ ഒരു കാര്യത്തിന് വേണ്ടി കൊടുത്തു, അങ്ങനെ റിമൈനിങ് എത്ര ഉണ്ട്, ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യിച്ചു. പക്ഷേ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇലക്ഷൻ അല്ലെങ്കിൽ ഇലക്ഷൻ എന്ന് പറഞ്ഞ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ് ടോപ്പിക്കിൻ്റെ ക്ലാസ് ആണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് പ്രധാനമായിട്ടും ഇലക്ഷന് വേണ്ടി ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഇലക്ഷൻ്റെ കൺസെപ്റ്റ് അറിയില്ല, അല്ലെങ്കിൽ എങ്ങനെ പ്രോപ്പറായിട്ട് ഇത് ചെയ്യാം, ഇതിൻ്റെ ട്രിക്ക് എന്താണ്, ഇതിൻ്റെ ബേസിക് എന്താണ്, എല്ലാ കൺഫ്യൂഷനും എല്ലാ ഡൗട്ട്സും ഈ ഒരൊറ്റ ക്ലാസ് കൊണ്ട് ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് കഴിഞ്ഞ ക്ലാസ്സുകൾ നല്ല രീതിയിൽ റിവിഷൻ ചെയ്യുക എന്നുള്ളതാണ്. എങ്കിൽ കൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഇത് ഫോളോ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് തുടങ്ങാം ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൻ്റെ പേര് ഇലക്ഷൻ എന്നാണ്. എല്ലാവരും നോട്ടൊക്കെ എഴുതി പോകണം, എങ്കിൽ കൂടെ മാത്രമേ നമുക്ക് ആ ഒരു നോട്ട് കംപ്ലീറ്റ് ആവത്തുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. ഇലക്ഷൻ എന്ന് പറയുന്നത് ഏകദേശം PO, മെയിൻസ്, എല്ലാ ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ ആ ഒരു ലെവൽ ഓഫ് എക്സാംസിന് ഇതിൻ്റെ DI വരെ ചോദിക്കുന്ന കേസുണ്ട്. വേരിയബിൾ ബേസ്ഡ് ആയിട്ടുള്ള അരിത്തമെറ്റിക് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. നോർമൽ നമ്മുടെ POയ്ക്ക് അരിത്തമെറ്റിക്കൽ PO, അതായത് നമ്മുടെ അരിത്തമെറ്റിക് ചാപ്റ്റേഴ്സിൽ നിന്നും അല്ലെങ്കിൽ പെർസെൻറ്റേജ് ചാപ്റ്ററിൽ നിന്നും ഇലക്ഷൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലായിട്ടും POയ്ക്ക് ചോദിക്കുന്നത്. അപ്പോൾ അവിടെ വേരിയബിൾ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വന്ന് എങ്ങനെ ക്രാക്ക് ചെയ്യാം, അപ്പോൾ അതിനൊക്കെ ബേസിക് വേണ്ടല്ലേ, വേണ്ടേ? അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. നോക്കാം. അപ്പം നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഒരു ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുമ്പം ആദ്യം എന്ത് വരും, എന്താ വരുന്നത്, ഒരു വോട്ടേഴ്സ് ലിസ്റ്റ് വരത്തില്ലേ? അതായത് ആർക്കൊക്കെ എലിജിബിൾ ആണ് വോട്ടിടാൻ. എങ്ങനെയാ, 18 വയസ്സിന് അല്ലെങ്കിൽ 18 വയസ്സ് തികഞ്ഞ ആൾക്കാർക്കല്ലേ വോട്ടിടാൻ പറ്റൂ. അപ്പോൾ 18 വയസ്സ് തികഞ്ഞ ആൾക്കാരുടെ ഒരു ലിസ്റ്റ് വരും അല്ലേ, അതല്ലേ വോട്ടേഴ്സ് ലിസ്റ്റ് എന്ന് പറഞ്ഞത്. അതിനെ നമ്മൾ ഇവിടെ പറയും ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് എന്ന് പറയും. എന്താ പറയുന്നത്, ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് എന്ന് നമ്മൾ ഇവിടെ പറയും. ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് എന്ന് അല്ലെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന മറ്റൊരു പേരാണ് വോട്ടേഴ്സ് ലിസ്റ്റ് എന്ന് പറയും. എന്താ പറയുന്നത്, വോട്ടേഴ്സ് ലിസ്റ്റ് എന്ന് പറയും. ടോട്ടൽ നമ്പർ ഓഫ് വോട്ട് അല്ലെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റ് എന്ന് പറയും. നമ്മൾ ഈ ടോട്ടൽ നമ്പർ ഓഫ് വോട്ടിനെ അല്ലെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റിനെ നമ്മൾ ഓൾവേസ് പറയുന്നത് 100% ആയിട്ടായിരിക്കും നമ്മൾ അസ്യൂം ചെയ്യുന്നത്. എത്ര പെർസെൻറ്റേജ് ആയിട്ട് അസ്യൂം ചെയ്യുന്നത്? 100% ആയിട്ടായിരിക്കും അസ്യൂം ചെയ്യുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ, ഈ 100% അല്ലെങ്കിൽ ഈ വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള എല്ലാവരും വോട്ട് കാസ്റ്റ് ചെയ്യുമോ, എല്ലാവരും വോട്ട് കുത്തുമോ? ഇല്ല. സപ്പോസ് ഞാൻ പറയുകയാണ്, ഒരു 30% ആൾക്കാർ അന്ന് വോട്ട് കുത്തിയില്ല അല്ലെങ്കിൽ വോട്ട് ഇട്ടില്ല. എത്ര പേരാ? 30% ആൾക്കാർ അന്ന് വോട്ട് കുത്തിയില്ല എന്ന് പറഞ്ഞാൽ എന്താ, അന്നത്തെ അവർ നാട്ടിലുണ്ടായിരിക്കത്തില്ല. ചിലപ്പോൾ ചില ആൾക്കാർ വിദേശത്തായിരിക്കും, ചിലപ്പോൾ ചില ആൾക്കാർ ഗൾഫിലായിരിക്കും, അല്ലെങ്കിൽ അന്നത്തെ എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു, അങ്ങനെയൊക്കെയുള്ള ഒരു കേസ് കൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, വോട്ട് കാസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെയെങ്കിൽ 100 ടോട്ടൽ നമ്പർ ഓഫ് വോട്ടിൻ്റെ 30% ആൾക്കാർ വോട്ട് കുത്തിയില്ല. അങ്ങനെയെങ്കിൽ ബാക്കി എത്ര ആൾക്കാർ വോട്ട് കുത്തി അല്ലെങ്കിൽ വോട്ട് കാസ്റ്റ് ചെയ്തു? 70% ആൾക്കാരെ എന്ത് ചെയ്തുള്ളൂ, വോട്ടിട്ടുള്ളൂ. അപ്പോൾ അതിനെ പറയുന്ന പേരാണ് കാസ്റ്റഡ് വോട്ട് എന്ന് പറയും. എന്താ പറയുന്ന പേര് പറഞ്ഞേ, കാസ്റ്റഡ് വോട്ട്. ഉറപ്പാണല്ലോ, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ കാര്യം? അപ്പോൾ കാസ്റ്റഡ് വോട്ട് എന്ന് പറഞ്ഞാൽ എത്ര ശതമാനമാണ്? 70% എന്ന് പറഞ്ഞു. അപ്പോൾ 30% വോട്ട് കാസ്റ്റ് ചെയ്തില്ല. അപ്പോൾ ഇവിടെ നമുക്ക് എഴുതാം 30% ആൾക്കാർ എന്ത് ചെയ്തു, ഡിഡ് നോട്ട് കാസ്റ്റ് അല്ലെങ്കിൽ ഡിഡിൻ കാസ്റ്റ് ദ വോട്ട്. ഡിഡിൻ കാസ്റ്റ് ദ വോട്ട്, കാസ്റ്റ് ചെയ്തില്ല, വോട്ട് കുത്തിയില്ല. അങ്ങനെയാണെങ്കിൽ ഇനി ഞാൻ പറയുകയാണ്, 70% ആൾക്കാർ വോട്ട് ഇട്ടു എന്ന് പറഞ്ഞു. നമ്മൾ കണ്ടിട്ടില്ലേ, ചില ആൾക്കാരൊക്കെ വോട്ട് എന്ത് ചെയ്യും, അസാധുവാക്കി കളയും. നമ്മുടെ കോളേജ് ഇലക്ഷനൊക്കെ സ്ഥിരം കാണുന്ന പരിപാടിയല്ലേ, വോട്ട് എന്ത് ചെയ്യും, അസാധുവാക്കി കളയും. അതിന് വേറെ എന്തൊക്കെയോ പേര് പറയത്തില്ല, നിങ്ങൾക്ക് എന്തൊക്കെയാ പേരെന്ന്? അസാധു എന്ന് പറയും. നോട്ട അതാണോ കേസ്? വോട്ട് നോട്ടയാക്കി എന്ന് പറഞ്ഞതാണോ? അല്ലല്ലോ അല്ലേ, അസാധു എന്ന് കേട്ടിട്ടുണ്ടല്ലേ. അപ്പോൾ ഞാൻ പറയുക, ഒരു 10% ആൾക്കാർ എന്ത് ചെയ്തു, വോട്ട് അങ്ങ് അസാധുവാക്കി മാറ്റി. എന്ത് സംഭവിച്ചു? ഒരു 10% ആൾക്കാർ വോട്ട് എന്താക്കി മാറ്റി, അസാധുവാക്കി മാറ്റി. അതിനർത്ഥം എന്താ, കാസ്റ്റ് ചെയ്ത വോട്ടിന്റെ 10% ആൾക്കാർ വോട്ട് അസാധുവാക്കി എന്നല്ലേ. അപ്പോൾ അത് എത്ര ആയിരിക്കും വാല്യൂ? 70 ഉണ്ടായിരുന്നു ഇനിഷ്യലി,
അതിൻ്റെ 10% ആൾക്കാർ എന്ത് ചെയ്തു? വോട്ട് അസാധുവാക്കിയില്ലേ? 70യുടെ 10% എത്ര? 7% അല്ലേ? അതുകൊണ്ട് എന്ത് സംഭവിച്ചു? 7% ആൾക്കാർ എന്ത് ചെയ്തു? വോട്ട് ഇൻവാലിഡ് ആക്കി, അല്ലെങ്കിൽ എന്ത് സംഭവിച്ചത്? വോട്ട് അസാധുവാക്കി. ആ വോട്ടിനെ പറയുന്ന പേരല്ലേ ഇൻവാലിഡ് വോട്ട് എന്ന് പറയുന്നത്. വാലിഡ് ആവുമോ? അതിനെ കൂട്ടുവോ? അല്ലെങ്കിൽ ആ വോട്ടിനെ എണ്ണുവോ? ഇല്ല. അതിനെ പറയുന്ന പേരാണ് ഇൻവാലിഡ് വോട്ട് എന്ന് പറയുന്നത്. അപ്പം 70% കാസ്റ്റഡ് വോട്ടിന്റെ 10% 7% ഇൻവാലിഡ് ആക്കിയെങ്കിൽ ബാക്കി എത്ര വരും? 63% വോട്ട് എന്തുള്ളൂ? വാലിഡ് വോട്ടായിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്? വോട്ട് എണ്ണാൻ പറ്റുന്ന പാകത്തിന് അല്ലേ? എണ്ണാൻ പറ്റുന്ന പാകത്തിന് നമുക്ക് കറക്റ്റായിട്ട് എണ്ണാൻ പറ്റണം അല്ലേ? ആർക്കൊക്കെ കിട്ടി, ഏതൊക്കെ സ്ഥാനാർത്ഥിക്ക് കിട്ടി എന്ന് പറയണ്ടേ? അപ്പൊ ആ വോട്ടിനെ പറയുന്ന പേരാണ് വാലിഡ് വോട്ട് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കൗണ്ട് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അതിന് വേറെ എന്തൊക്കെ വേർഡ്സ് ഇല്ലടെ? എന്താ പറയുക? മുഖ്യം അല്ലല്ല, അങ്ങനത്തെ ഒന്നും വേർഡ്സ് ഒന്നും ഇല്ലല്ലേ? മാനദണ്ഡപ്പെടുത്താൻ പറ്റുന്ന വേർഡ്സ്. അതിന് കറക്റ്റ് മലയാളം മീനിങ് ഒന്നും എനിക്കറിയില്ല. ഓക്കെ, അതിനെ പറയുന്ന പേരാ വാലിഡ് വോട്ട് എന്ന് പറയും. ഇനി ഈ വാലിഡ് വോട്ടിൽ നിന്നായിരിക്കും നമ്മൾ ആർക്കൊക്കെ കൊടുക്കുന്നത്? നമ്മുടെ കാൻഡിഡേറ്റ്സിന് വോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. അതായത് ഞാനിപ്പോൾ ഇന്ന ആൾക്ക് കൊടുത്തു, ആ വോട്ട് കറക്റ്റായിട്ട് കുത്തിയെങ്കിൽ മാത്രമല്ലേ, അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഇന്ന ആൾക്ക് കൊടുത്തെങ്കിലല്ലേ അത് വാലിഡ് ആവത്തുള്ളൂ. അപ്പോൾ ആ വാലിഡ് വോട്ട് ഞാൻ ആർക്കാണോ കൊടുത്തത്, അല്ലെങ്കിൽ ഏത് ചിഹ്നത്തിനാണോ കുത്തിയത് അയാൾക്ക് പോകും. അപ്പോൾ ഇവിടെ സപ്പോസ് 2 കാൻഡിഡേറ്റ് ഉണ്ടെന്ന് വിചാരിച്ചോ. ഒരു കാൻഡിഡേറ്റിന്റെ പേരാണ് എ, രണ്ടാമത്തെ കാൻഡിഡേറ്റിന്റെ പേരാണ് ബി. അപ്പോൾ എത്ര കാൻഡിഡേറ്റ് ഉണ്ട്? 2 കാൻഡിഡേറ്റ് ഉണ്ട്, എയും ബിയും ഉണ്ട്. സപ്പോസ് എ എന്ന് പറയുന്ന കാൻഡിഡേറ്റ് ആണ് നമ്മുടെ വിന്നറും ബി എന്ന് പറയുന്ന കാൻഡിഡേറ്റ് ആണ് നമ്മുടെ ലൂസറും എന്ന് വിചാരിച്ചോ. അങ്ങനെയെങ്കിൽ സപ്പോസ് പറയുകയാണ് എ എന്ന് പറയുന്ന കാൻഡിഡേറ്റ് 1/60% ഓഫ് ദ വാലിഡ് വോട്ട്. അപ്പോൾ എഴുതാം വിന്നർ, അതായത് വിന്നർ ആയിട്ടുള്ള നമ്മുടെ എ എന്ന് പറയുന്നത് 1/60% of the valid vote, and he got 63,000 vote, 63,000 vote more than 63,000 votes more than ആരെക്കാട്ടിലും? നമ്മുടെ ബി അല്ലേ? അതായത് ആരാ? നമ്മുടെ ലൂസറിനെക്കാട്ടിലും എത്ര വോട്ട്സ് കൂടുതൽ കിട്ടി? 63,000 വോട്ട് കൂടുതൽ കിട്ടി. അപ്പൊ നമുക്ക് എക്ക് എത്ര വോട്ട് കിട്ടിയെന്ന് കണ്ടുപിടിച്ചൂടെ? എത്ര വോട്ടാ? വിന്നർ ആരാ? നമ്മുടെ എ അല്ലേ? അപ്പം വാലിഡ് വോട്ടായിട്ടുള്ള 63%ന്റെ എത്ര പെർസെൻറ്റേജ് വോട്ടാ കിട്ടിയിരിക്കുന്നത്? 60% അല്ലേ കിട്ടിയിരിക്കുന്നത്? അതല്ലേ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പറഞ്ഞ എത്ര പെർസെൻറ്റേജ് ആയിരിക്കും? ഈ 2 0 കട്ട് ചെയ്ത് കളഞ്ഞൂടെ? എത്ര വരണം? 6 3 18, ശിഷ്ടം 1, 6 6 36 1 37 വരത്തില്ലേ? 378 വരും. പക്ഷെ ഒരു 0 അടിയിലില്ലേ? അതുകൊണ്ട് നമുക്ക് കിട്ടി 37.8% വോട്ട്. ആർക്ക് കിട്ടി? എക്ക് കിട്ടി. ലൂസറിനാണെങ്കിലോ പറഞ്ഞേ 63% ആയിട്ടുള്ള വാലിഡ് വോട്ടിന്റെ 60% ആർക്ക് പോയി? നമ്മുടെ എക്ക് പോയില്ലേ? നമ്മുടെ വിജയ്ക്ക് പോയില്ലേ? അല്ലെങ്കിൽ നമ്മുടെ വിന്നറിന് പോയില്ലേ? ബാക്കി എത്ര പെർസെൻറ്റേജ് ഉള്ളത്? 40% വോട്ട് ആർക്ക് പോയി? നമ്മുടെ ലൂസർ ആയിട്ടുള്ള ബിക്ക് പോയി. എത്ര വോട്ടാ കിട്ടിയിരിക്കുന്നത് കണ്ടുപിടിക്കുക. എന്ത് ചെയ്താൽ മതി? 4 3 12 ശിഷ്ടം 1, 6 4 25 24 1 25, 25.2% വോട്ടാ ആർക്ക് കിട്ടിയിരിക്കുന്നത്? നമ്മുടെ ബിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ആൻഡ് വിന്നർ, അല്ലെങ്കിൽ വിൻ ചെയ്തിരിക്കുന്ന ആൾ, അല്ലെങ്കിൽ നമ്മുടെ എ എന്ന് പറഞ്ഞ ആൾക്ക് 63,000 വോട്ട് ആരെക്കാട്ടിലും കൂടുതൽ കിട്ടി? ലൂസറിനെക്കാട്ടിലും കൂടുതൽ കിട്ടി. ആരാ നമ്മുടെ ലൂസർ എന്ന് പറയുന്നത്? ബി അല്ലേ? ബി എക്കാട്ടിലും മോർ ദാൻ 63,000 വോട്ട് കൂടുതൽ കിട്ടി എന്ന് പറഞ്ഞാൽ എന്താ? ഭൂരിപക്ഷം എത്ര? 63,000 വോട്ടാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഇവിടെ പറഞ്ഞേ പെർസെൻറ്റേജിൽ എത്ര ഇവിടെ ഭൂരിപക്ഷം കിട്ടിയിരിക്കുന്നത്? എക്ക് 37.8 നിന്നും 25.2 മൈനസ് ചെയ്ത് എത്ര വരണം? 8 2 പോയാൽ 6 വരണം, ഒരു പോയിന്റ് ഇല്ലേ? 7 5 പോയാൽ 2 വരണം, 3 2 പോയാൽ 1 വരണം. അപ്പം ഭൂരിപക്ഷം ഇവിടെ എത്ര? 12.6% ആണ് നമ്മുടെ ഭൂരിപക്ഷം ഇൻ ടേംസ് ഓഫ് പെർസെൻറ്റേജ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആക്ച്വൽ വാല്യൂവിൽ എത്ര പെർസെൻറ്റേജാണ് വോട്ട് കിട്ടിയിരിക്കുന്നത്? 63,000 വോട്ടല്ലേ കിട്ടിയിരിക്കുന്നത്. അപ്പൊ 12.6%ന്റെ വാല്യൂ ആണ് ആക്ച്വൽ ഭൂരിപക്ഷം, അല്ലെങ്കിൽ വിന്നറിന് ലൂസറിനെക്കാട്ടിലും എക്സ്ട്രാ കിട്ടിയിരിക്കുന്ന 63,000 വോട്ട് എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് 1%ന്റെ വാല്യൂ കണ്ടുപിടിച്ചൂടെ? എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം 12.6 ആണോടെ? എത്ര വന്ന്? 12.6 അല്ലേ? അപ്പൊ 12.6%ന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? പറഞ്ഞ എത്ര കിട്ടിയിരിക്കുന്നത്? 63,000 എന്ന് കിട്ടി. അപ്പൊ 1%ന്റെ വാല്യൂ എത്ര ആയിരിക്കണം? പറഞ്ഞേ
12 എത്ര? 12 60 അല്ലേ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പൊ എത്ര ടൈംസ് ആയിരിക്കണം നിങ്ങൾ പറഞ്ഞേ? 5000 ടൈംസ് അല്ലേ? എത്ര ടൈംസാ? 5000 ടൈംസ് ആണ് നമുക്ക് കിട്ടേണ്ടത്. 12 5 60 നമുക്കറിയാം. പക്ഷെ 63,000 അല്ലേ? ഒരു 0.6 കൂടി ഇല്ലേ? അപ്പൊ അതിന്റെ കൂടെ ഒരു 5 കൂടെ ആഡ് ചെയ്ത് എന്ത് വരും? 30 വരത്തില്ലേ? അപ്പൊ കറക്റ്റ് ആയില്ലേ? 1%ന്റെ വാല്യൂ 5000 എന്ന് കിട്ടി. കാര്യം എന്താ? ഇവിടെ ഒരു പോയിന്റും കൂടി ഇല്ലേ? ആ പോയിന്റ് മാറാൻ നമ്മൾ എന്ത് ചെയ്തു? ഒരു സീറോ കൂടെ എക്സ്ട്രാ കൊടുത്തു. അപ്പൊ 63,000 എന്ന് കിട്ടിയില്ലേ? അങ്ങനെയെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് എത്ര ആയിരുന്നു? ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് എന്ന് പറയുന്നത് എത്ര പെർസെൻറ്റേജ് നമ്മൾ ആദ്യം അസ്യൂം ചെയ്തത്? ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് അല്ലെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ 100% ആണ്. സോ 100%ന്റെ വാല്യൂ എത്ര? 5 ലക്ഷം എന്ന് നമുക്ക് കിട്ടും. ഓക്കെ ആണോ? അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് എത്ര നമുക്ക് കിട്ടിയിരിക്കുന്നത്? 5 ലക്ഷം. ഇനി നമ്പർ ഓഫ് വോട്ട്സ് ആർക്ക് കിട്ടിയത്? വിന്നർ ആയിട്ടുള്ള എക്ക് കിട്ടിയിരിക്കുന്നത് എത്ര വോട്ടാ കണ്ടുപിടിച്ചൂടെ? അപ്പൊ വിന്നർ ആയിട്ടുള്ള എക്ക് എത്ര വോട്ട്സാ കിട്ടിയിരിക്കുന്നത്? എത്ര നമുക്ക് കിട്ടിയത് പറഞ്ഞേ? 37.8% ആണ് ആർക്ക് കിട്ടിയിരിക്കുന്നത്? നമ്മുടെ വിന്നറിന് കിട്ടിയിരിക്കുന്നത് അല്ലേ? അപ്പൊ പറഞ്ഞോ 37.8%ന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? 37.8%ന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ തന്നിരിക്കുന്ന 37.8%ന്റെ വാല്യൂവിന്റെ കൂടെ 1%ന്റെ വാല്യൂ ആയിട്ടുള്ള 5000 മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? എത്ര വരണം? 8 40, ശിഷ്ടം 4, 7 35 4 39, ശിഷ്ടം 3, I3 15 3 18. പിന്നെ എത്ര സീറോ കൊടുക്കണം നമുക്ക്? ഒരു 2 സീറോ കൂടെ കൊടുക്കണ്ടേ? അപ്പൊ എത്ര വരും? 1,89,000 വോട്ടാണ് ആർക്ക് കിട്ടിയിരിക്കുന്നത്? വിന്നർ ആയിട്ടുള്ള എക്കും. അപ്പൊ ലൂസറിന് എത്ര വോട്ടാണ് കിട്ടിയിരിക്കേണ്ടത്? ലൂസർ ആയിട്ടുള്ള നമ്മുടെ ബിക്ക് അല്ലെങ്കിൽ കാൻഡിഡേറ്റ് ബിക്ക് എത്ര വോട്ടാണ് കിട്ടേണ്ടത്? 25.2%. നമ്മുടെ സൽമാൻ ഖാൻ എന്താ ബായിജാൻ എന്നല്ല പറയുന്നത്, അതേപോലെ ബായ് ബി എന്ന് പറയുന്ന പോലെ. അപ്പൊ എത്ര വോട്ടാ? 25.2% വോട്ടാണ് ആർക്ക് കിട്ടിയിരിക്കുന്നത്? നമ്മുടെ കാൻഡിഡേറ്റ് ബി അല്ലെങ്കിൽ ലൂസറിന് കിട്ടിയിരിക്കുന്നത്. എത്ര ടൈംസാ? 5000 ചെയ്താൽ പോരെ? ഒരു പെർസെൻറ്റേജിന്റെ വാല്യൂ 5000 ആണെങ്കിൽ 25.2%ന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? അതിന്റെ കൂടെ 5000 മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? എത്ര ടൈംസാ? 10 വരും. ശിഷ്ടം 1 വരും. I5 25 1 26 വരണം. ശിഷ്ടം 2 10ഉം 2ഉം 12. എത്ര ടൈംസാ കിട്ടുന്നത്? 1,26,000 വോട്ട് ആർക്ക് കിട്ടിയിരിക്കുന്നത്? നമ്മുടെ കാൻഡിഡേറ്റ് ബിക്ക് അല്ലെങ്കിൽ ലൂസറിന് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിക്കൂടെ ഭൂരിപക്ഷം കറക്റ്റ് ആണോ എന്ന്? രണ്ടും കൂടെ മൈനസ് ചെയ്താൽ പോരെ? ഇവിടെ ഒരു സീറോ ഉണ്ട്, ഇവിടെ ഒരു സീറോ ഉണ്ട്, ഇവിടെ ഒരു സീറോ ഉണ്ട്. ബാക്കി എന്താ? 9 6 പോയാൽ 3 വരും. 8 2 പോയാൽ എത്ര വരണം? 6 വരണം. 63,000 വോട്ടല്ലേ ഇവിടെ ഭൂരിപക്ഷം പറഞ്ഞത്? നമ്മൾ കറക്റ്റ് ആയിട്ട് പ്രൂവ് ചെയ്തില്ലേ? അപ്പൊ കറക്റ്റ് അല്ലേ നമ്മൾ ചെയ്ത മെത്തേഡ്? ഇതാണ് ബേസിക് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഈ പറഞ്ഞു തന്ന മെത്തേഡാണ് ബേസിക്. ഇവൻ അറിയാമെങ്കിൽ മാത്രമേ ഈ പറഞ്ഞിരിക്കുന്ന മെയിൻസ് ലെവല് DI അതേപോലെ വേരിയബിൾ ബേസ്ഡ് ആയിട്ടുള്ള ഈ പറഞ്ഞിരിക്കുന്ന എന്താ പറയുക അരിത്തമെറ്റിക്കിന്റെ അല്ലെങ്കിൽ വേർഡ് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ പറ്റും. ഇപ്പൊ PO ലെവൽ എക്സാം, SBIPയുടെ എക്സാം കണ്ടില്ലേ? എല്ലാവരും കിളി പോയില്ലേ? അത്രയും ലെവൽ ഓഫ് എക്സാം അല്ലെങ്കിൽ അത്രയും ആ ഒരു ഹാർഡ്നെസ് അല്ലെങ്കിൽ അത്രയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഇവിടെ നമ്മുടെ ഓഫ്ലൈനിലെ കുട്ടികൾ വളരെ സിമ്പിളായിട്ട് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല അറ്റംപ്റ്റ് QAക്ക് വന്നിട്ടുണ്ട്. അതിന്റെ കാര്യം ഇത്രയേ ഉള്ളൂ, അവർക്ക് ബേസിക് ക്ലിയർ ആണ്. അപ്പം നമ്മൾ ക്ലാസ് എടുത്തിരിക്കുന്ന അത്രയും ക്ലിയർ ആയിട്ട് അല്ലെങ്കിൽ അത്രയും ബേസിക് കൺസെപ്റ്റ് പഠിപ്പിച്ചെടുക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് പ്രൂഫ് ആയില്ലേ? ഇങ്ങനല്ലേ ക്ലാസ് എടുക്കുന്നത്? കാണിച്ചു തന്നില്ലേ? അപ്പോൾ അതുകൊണ്ട് അതിനപ്പുറത്തേക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യും. അല്ല നമ്മൾ ചുമ്മാ കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് ഒരുപാട് ട്രിക്സ് പഠിച്ചുകൊണ്ട് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ആ ഒരു പാറ്റേണിൽ നിന്ന് മാറി വരുന്ന ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയാല്ലേ, ഇലക്ഷൻ ആയതുകൊണ്ട് പറയത്തില്ലേ, ഒന്നുകൂടെ വീണ്ടും വീണ്ടും നമ്മൾ എന്താ പറയുന്നത് അങ്ങനെ പറയത്തില്ലേ, അതുപോലെ പറയുക. കൺസെപ്റ്റ് ഇല്ലാതെ മെയിൻസ് ക്ലിയർ ചെയ്യാൻ പറ്റത്തില്ല. അത് നിങ്ങൾ എൻ്റെ മാർക്ക് ചെയ്ത് വെച്ച ഈ വാക്കുകൾ. കൺസെപ്റ്റ് ഇല്ലാതെ നമുക്ക് ഒരിക്കലും മെയിൻസ് ക്ലിയർ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് കൺസെപ്റ്റ് ഇല്ലാതെ എന്താ പറയുക ട്രിക്കുകളിലൂടെ പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റും, ഡെഫിനറ്റ് ആയിട്ട് പറ്റും. കാര്യം എന്താ? ആ ഒരു ടൈപ്പ് ഓഫ് പാറ്റേണിലെ ക്വസ്റ്റ്യൻസ് വന്നാൽ ഡെഫിനറ്റ് ആയിട്ട് ക്ലർക്കിൻ്റെ പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു നല്ല സ്കോറോട് കൂടി അല്ലെങ്കിൽ കട്ട് ഓഫിനേക്കാളും ഒരു നല്ല സ്കോറോട് കൂടി മെയിൻസ് ക്ലിയർ ചെയ്യണമെങ്കിൽ അവന് കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാം നല്ല രീതിയിൽ പഠിച്ചു പോകണം. ചുമ്മാ കുറേ ക്വസ്റ്റ്യൻസും പഠിച്ച് അല്ലെങ്കിൽ ഒരു 100 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിലൂടെ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞ ചാപ്റ്റർ തീർക്കാനാണെങ്കിൽ എല്ലാവർക്കും പറ്റും, അല്ലെങ്കിൽ അങ്ങനെ ചെയ്ത് പഠിക്കാനും എല്ലാവർക്കും പറ്റും. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരാണ് ഇതുപോലെ ഒരു പാറ്റേൺ മാറ്റി SBIPO പോലെ നല്ല ഡിഫിക്കൽട്ട് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ പെട്ടുപോകുന്നത്. അപ്പം നല്ല രീതിയിൽ കൺസെപ്റ്റ് അല്ലെങ്കിൽ അടിത്തറ റെഡിയാക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പോൾ നമ്മൾ ബേസിക് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ആൻസർ കണ്ടുപിടിച്ചില്ലേ? അങ്ങനെയെങ്കിൽ
നമുക്ക് ബേസിക് ആണോ വേണ്ടത്? ബേസിക്കും വേണം, ട്രിക്കും വേണം. അപ്പൊ ട്രിക്കും കൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് ഒരു ബോണസ് ആണ്. ഇത്രയും പറഞ്ഞിട്ട് ഞാൻ എന്താ ട്രിക്കും പറഞ്ഞു തരാതിരിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. അപ്പൊ ട്രിക്ക് എന്താന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇലക്ഷൻ എന്ന് പറയുന്നത് സക്സസീവ് പെർസെൻറ്റേജ് ഡിക്രീസിന്റെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ ആണ്. സക്സസീവ് പെർസെൻറ്റേജ് ഡിക്രീസിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് എന്ന് ഞാൻ പറഞ്ഞില്ലേ. അതുപോലെ തന്നെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ നമ്മൾ ഫുൾ കൺസെപ്റ്റ് പഠിക്കുന്നത് സക്സസീവ് പെർസെൻറ്റേജിന്റെ ഇൻക്രിമെന്റ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ 1 അവറിന്റെ ക്ലാസ് സക്സസീവ് പെർസെൻറ്റേജിന്റെ ക്ലാസ്സിൽ ഇട്ടിരിക്കുന്നത്. അത്രയും ഡെഡിക്കേറ്റഡ് ക്ലാസ് ആണ്, അത്രയും ഡെപ്തിലാണ് എടുത്തിരിക്കുന്നത്. അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഡൗട്ടും ഇനി വരാൻ പോകുന്നില്ല. അപ്പൊ നമുക്ക് ട്രിക്ക് നോക്കാം. നോക്കിക്കോ, ഇനിഷ്യലി എത്ര ശതമാനം വോട്ട് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ്, വോട്ടേഴ്സ് ലിസ്റ്റിലെ ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് എത്രയായിരുന്നു? 100% വോട്ട് അല്ലായിരുന്നു ഇനിഷ്യലി ഉണ്ടായിരുന്നത്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പൊ എന്ത് സംഭവിച്ചു? ആ 100%-ല് 30% ആൾക്കാർ എന്ത് ചെയ്തു? വോട്ട് കാസ്റ്റ് ചെയ്തില്ല. അപ്പം വോട്ട് നാട്ടിലില്ലായിരുന്നു. അതിനർത്ഥം എന്താ? ബാക്കി 70% ആൾക്കാർ എന്ത് ചെയ്തു? വോട്ട് കാസ്റ്റ് ചെയ്തില്ലേ? ടോട്ടൽ നമ്പർ ഓഫ് വോട്ടിന്റെ 70% വോട്ട് ആര് ചെയ്തു? കാസ്റ്റ് ചെയ്തു. അങ്ങനെയെങ്കിൽ ഇവന്മാരല്ലേ നമ്മുടെ കാസ്റ്റഡ് വോട്ട് എന്ന് പറയുന്നത്? ഇത്രയല്ലേ ടോട്ടൽ നമ്പർ ഓഫ് വോട്ടിന്റെ 70% എന്തെന്ന് പറയുന്നത്? കാസ്റ്റഡ് വോട്ട്സ് എന്ന് പറയുന്നത്. ഇനി എന്താ സംഭവിച്ചത്? കാസ്റ്റഡ് വോട്ടിന്റെ 10% വോട്ട്സ് എന്തായി മാറി? ഇൻവാലിഡ് ആയി മാറി, അല്ലെങ്കിൽ എന്തായി മാറി? അസാധുവായി മാറി. അങ്ങനെയെങ്കിൽ ബാക്കി എത്ര ശതമാനം വോട്ടേ ഉള്ളൂ? സാധുവായിട്ടുള്ള അല്ലേ? അസാധുവും സാധുവാണോ? അല്ല, കറക്റ്റ് അറിയില്ല കേട്ടോ. അപ്പൊ വാലിഡ് വോട്ട്സ് എത്ര ആയിരിക്കും? പറ. 90% വോട്ട്സ് ആയിരിക്കും എന്തെന്ന് പറയുന്നത്? വാലിഡ് ആയിട്ടുള്ള വോട്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതുവരെ ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് കിട്ടി കാസ്റ്റഡ് വോട്ടിന്റെ 10% എന്ത് സംഭവിച്ചു? ഇൻവാലിഡ് ആയി. ബാക്കി 90% എന്തായി മാറി? വാലിഡ് വോട്ടായി മാറി. ഇതുവരെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒരു ഡൗട്ടും ഇല്ലല്ലോ. ഇനി എന്താ സംഭവിച്ചത്? ഈ കാസ്റ്റഡ് വോട്ടിന്റെ 60% വോട്ട് ആർക്ക് പോയി? വാലിഡ് വോട്ടിന്റെ 60% വോട്ട് ആർക്കാ പോയത്? എ എന്ന് പറഞ്ഞ കാൻഡിഡേറ്റിന് കിട്ടി. അപ്പൊ എ എന്ന് പറഞ്ഞ കാൻഡിഡേറ്റിന് കിട്ടിയ വോട്ട് എത്ര? 60% ആയിരിക്കും. ഇവനല്ലേ നമ്മുടെ വിന്നറിന് കിട്ടിയ വോട്ട്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പൊ അതുപോലെ ബിക്കും കിട്ടത്തില്ലേ? ടോട്ടൽ നമ്പർ ഓഫ് വോട്ട് ഉണ്ടായിരുന്നു, അതിന്റെ 70% വോട്ട് കാസ്റ്റ് ചെയ്തു, അതിന്റെ 90% വോട്ട് എന്തായി മാറി? വാലിഡ് വോട്ട്സ് ആയി മാറി. അതിന്റെ 40% വോട്ട് ആർക്ക് കിട്ടി? നിങ്ങൾ പറഞ്ഞേ. 40% വോട്ട് ആർക്ക് കിട്ടി? നമ്മുടെ ബിക്ക് കിട്ടി, അല്ലെങ്കിൽ നമ്മുടെ ലൂസറിന് കിട്ടി. ആണല്ലോ. അപ്പൊ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് അല്ലേ സത്യം പറഞ്ഞാൽ നമ്മുടെ എന്തെന്ന് പറയുന്നത്? ഭൂരിപക്ഷം. അല്ലെങ്കിൽ എക്ക് ബിയെക്കാട്ടിൽ എത്ര വോട്ട് കൂടുതൽ കിട്ടി? എത്ര വോട്ടാണ് നമുക്ക് അവിടെ തന്നിരിക്കുന്നത്? 63,000 വോട്ടായിരിക്കും നമുക്ക് അവിടെ തന്നിരിക്കുന്നത് അല്ലേ? 63,000 വോട്ടിനല്ലേ നമ്മുടെ എ വിജയിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഇവിടെ നോക്കിക്കേ, ഇവിടെയും 100% ഉണ്ട്, ഇവിടെയും 70 ഉണ്ട്, ഇവിടെ 90% ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യണമെങ്കിൽ എങ്ങനെ വന്നാൽ ഇതും കോമൺ ആണെങ്കിൽ നമുക്ക് അങ്ങ് കോമൺ എടുത്താൽ പോരെ. അപ്പൊ എങ്ങനെ വരും? 100% ഇൻറ്റു 70% ഇൻറ്റു 90%. ഇത്രയും രണ്ടിടത്ത് കോമൺ അല്ലേ? അപ്പൊ ബാക്കി എന്തുണ്ട്? ബാക്കി ഒരു 60 ഉണ്ട്, മൈനസ് 14. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് അല്ലേ ആക്ച്വലി എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഭൂരിപക്ഷം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ വാല്യൂ എത്ര ആയിരിക്കും? നിങ്ങൾ പറഞ്ഞേ. 100% അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് വോട്ടിന്റെ 70% ഇൻറ്റു 90% ഇൻറ്റു ഇതെത്ര വരും? 60 മൈനസ് 40 എത്ര വരണം? 20% എന്ന് വരണം. അതിന്റെ വാല്യൂ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. 63,000 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്കിത് വെട്ടിക്കളയാനുള്ള പരിപാടിയല്ലേ ഉള്ളൂ. ഈ രണ്ട് സീറോ കട്ട് ചെയ്ത് കളയാം. ഇവിടെ ഒരു 0 ഉണ്ട്, ഇവിടെ ഒരു 0 ഉണ്ട്. ദാ ഇവിടെ ഒരു 0 ഇല്ലേ? ആ 2 0 കട്ട് ചെയ്ത് കളഞ്ഞൂടെ? പിന്നെന്തുണ്ട്? ഇവിടെ ഒരു 0 ഉണ്ട്, ഇവിടെ ഒരു 0 ഉണ്ട്. ഇനി നോക്കിക്കോ, 9 കൊണ്ട് 63 കട്ട് ചെയ്തോടെ എത്ര ടൈംസാ? 9×7 63 ആണ്. ആർക്കും ഡൗട്ട് ഇല്ലല്ലോ. 7 കട്ട് ചെയ്ത് കളഞ്ഞ എത്ര വരും? 1 എന്ന് വരത്തില്ല. അതിൻ്റെ അർത്ഥം എന്താ? ഇവിടെ 1000 അല്ലേ ഉള്ളൂ. അപ്പൊ ഈ 1000-നെ 2 കൊണ്ട് കട്ട് ചെയ്ത് കളഞ്ഞ എത്ര ടൈംസ് വരും? 500 എന്ന് വരത്തില്ലേ? ഇവിടെ ഒരു 0 ബാക്കിയില്ലേ? ആ 0 നമ്മൾ ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ എന്തായി മാറി? 5000 ആയി മാറി. അങ്ങനെയെങ്കിൽ പറഞ്ഞേ, 1%-ന്റെ വാല്യൂ നമുക്ക് ഇവിടെ എത്ര കിട്ടി? 5000 എന്ന് കിട്ടി. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് എന്താ ഒന്ന് എഴുതിയെടുക്കുക. നമുക്ക് ഈ 1%-ന്റെ വാല്യൂ 5000 അല്ലേ നമുക്ക് നേരത്തെ ആ ബേസിക് മെത്തേഡിലൂടെ കണ്ടുപിടിച്ചത്? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പൊ ഇതെന്താ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് കണ്ടുപിടിച്ചൂടെ? അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് എത്ര ആയിരിക്കും? അപ്പൊ ഒരു കാര്യം ചെയ്യും, ഞാൻ ഇത്രയും ഭാഗം ഒന്ന് ഇറേസ് ചെയ്യണേ. ഇത്രയും ഭാഗം ഞാൻ ഇറേസ് ചെയ്യുക.
അപ്പം ബാക്കി പോർഷൻസ് നിങ്ങൾ എഴുതുക, പോസ് ചെയ്തിട്ട് എഴുതണം, മസ്റ്റായിട്ട് എഴുതണം. ആ നോട്ട്സ് പ്രോപ്പറായിട്ട് കൊണ്ടുപോയാലേ നമുക്ക് കാര്യമുള്ളൂ. ഓക്കെ ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം ഞാൻ ഇറേസ് ചെയ്തു. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കിയുണ്ട്. ഇവിടം തൊട്ട് കാണുന്ന ആൾക്കാർ കിളി പോകരുത്. ഇതെന്താണ്, ഇതെങ്ങനെ വന്നു, ഇതിന് മുന്നേ ഒരു എപ്പിസോഡല്ല, ഇതിന് മുന്നേ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് വീഡിയോ ഒന്ന് എന്ത് ചെയ്യുക, ബാക്കിലോട്ടൊന്ന് പോയാൽ മതി. ഓക്കെ, 1% വാല്യൂ നമുക്ക് ഇവിടെ എത്ര കിട്ടിയിരിക്കുന്നത്? 5000 എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് അല്ലെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റിലെ ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 100% അല്ലേ? എത്ര വരും? 5 ലക്ഷം നമുക്ക് കിട്ടത്തില്ലേ? ഇവിടെയും കിട്ടത്തില്ലേ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇവിടെയും നമുക്ക് 5 ലക്ഷം കിട്ടി. ഇതല്ലേ നമ്മൾ നേരത്തെ ബേസിക്കിലൂടെ കണ്ടുപിടിച്ചേ. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റിമൈനിങ് പെർസെൻറ്റേജിന്റെ കൺസെപ്റ്റ് ആണ്. അല്ലെങ്കിൽ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സക്സസീവ് പെർസെൻറ്റേജിന്റെ ഡിക്രിമെന്റ് അല്ലെങ്കിൽ ഡിക്രീസിന്റെ കൺസെപ്റ്റ് ആണ്. അല്ലെങ്കിൽ സക്സസീവ് പെർസെൻറ്റേജ് ചേഞ്ചിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് ഇലക്ഷൻ. കാര്യം മനസ്സിലായല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് മനസ്സിലായല്ലേ? ഓക്കെ ആണല്ലോ, ആർക്കും ഡൗട്ട് ഒന്നുമില്ലല്ലോ. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ കൺസെപ്റ്റ് വെച്ചിട്ട് വേണം നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് നോട്ടാക്കി വെക്കുക. ഇത്രയും കാര്യങ്ങൾ നല്ല രീതിയിൽ റിവിഷൻ ചെയ്യുക. ബേസിക്കും പഠിക്കണം, ട്രിക്കും പഠിക്കണം. അല്ലാതെ ജസ്റ്റ് ട്രിക്സ് മാത്രം പഠിക്കല്ല. ഞാൻ എഗെയിൻ പറഞ്ഞു, ബേസിക് അല്ലെങ്കിൽ കൺസെപ്റ്റ് ഇല്ലാതെ ഒരു കാരണവശാൽ നിങ്ങൾ മെയിൻസ് ക്ലിയർ ചെയ്യത്തില്ല. മെയിൻസിന് ഈ കട്ട് ഓഫിനെക്കാട്ടിലും ഹയർ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഹയർ നല്ലൊരു മാർക്ക് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ക്യൂവേക്കും സ്കോർ ചെയ്യണം. അതൊരു മിത്താണ്. ക്യൂവേ ജസ്റ്റ് കട്ട് ഓഫ് ക്ലിയർ ചെയ്യാം, അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരാണ് ഈ വക്കത്ത് നിൽക്കുന്നത്. കണ്ടിട്ടില്ലേ? ജസ്റ്റ് കട്ട് ഓഫിന് 1 മാർക്കിന് കയറും, അല്ലെങ്കിൽ ഇന്റർവ്യൂവിന് ഇഷ്യൂ വരും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അവർ ജസ്റ്റ് ഇംഗ്ലീഷ് മാത്രം ഫോക്കസ് ചെയ്ത് പോകുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. നല്ല രീതിയിൽ ബേസിക് ക്ലിയർ ചെയ്ത് പോകുക. ഓക്കെ ആണല്ലോ? അങ്ങനെയെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാം. കൺസെപ്റ്റ് എല്ലാം ക്ലിയർ അല്ലേ? അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാ? ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ വായിക്കാം. ഇൻ ഇലക്ഷൻ 5% of the total votes are declared as invalid and a candidate got 60% of the valid vote. If the total votes are 5400, find the number of valid vote got by the candidate. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഞാൻ ആദ്യം ബേസിക് മെത്തേഡിലൂടെ കാണിച്ചു തരാം, എന്നിട്ട് ട്രിക്ക് വെച്ച് കാണിച്ചു തരാം. നോക്കിക്കോ. ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് എത്ര? നമ്മൾ ഓൾവേസ് എത്രയായിട്ട് അസ്യൂം ചെയ്യുന്നത്? 100% വോട്ടല്ലേ? ഡൗട്ട് ആർക്കും ഇല്ലല്ലോ. നമ്മളോട് പറയുകയാണ് 5% ഓഫ് ദ ടോട്ടൽ വോട്ട്സ് എന്ന് പറയുന്നത് എന്തായി മാറി? ഇൻവാലിഡ് ആയി മാറി. അപ്പം 5% വോട്ട് ഇൻവാലിഡ് ആണെങ്കിൽ വാലിഡ് വോട്ട് എത്ര വരണം? നിങ്ങൾ പറഞ്ഞ ഇതല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഇതിന്റെ കൺസെപ്റ്റിൽ പറഞ്ഞു തന്നത്? 95% അല്ലേ? 100ന്റെ 5% 5% ഇൻവാലിഡ് ആയി മാറി. ബാക്കി 95% വാലിഡ് അല്ലേ? ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ ക്വസ്റ്റ്യനിൽ കാസ്റ്റഡ് വോട്ടിനെ പറ്റിയോ ഡിഡിൻ കാസ്റ്റ് വോട്ടിനെ പറ്റിയോ പറഞ്ഞില്ലെങ്കിൽ ഡയറക്റ്റ് നമുക്ക് എന്തെടുക്കാം? വാലിഡ് വോട്ടിലോട്ട് പോകാം. അത് നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? അപ്രോച്ച് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ കാസ്റ്റഡ് വോട്ടിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം നമുക്ക് ഡയറക്റ്റ് ആ ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സിൽ നിന്നും വാലിഡ് വോട്ടിലേക്ക് പോകാം. അതല്ലേ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ഇനി പറയുകയാണ്, നമ്മുടെ ഒരു കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നു. പുള്ളിക്ക് എന്ത് സംഭവിച്ചു? വാലിഡ് വോട്ടിന്റെ 60% കിട്ടി. അപ്പോൾ ആ കാൻഡിഡേറ്റിന് കിട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കാൻഡിഡേറ്റിന് കിട്ടിയിരിക്കുന്ന വോട്ട് എന്ന് പറയുന്നത് കിട്ടിയിരിക്കുന്ന വോട്ട് എന്ന് പറയുന്നത് 95ന്റെ എത്ര പെർസെൻറ്റേജാ? 60% വോട്ടാണ് നമ്മുടെ കാൻഡിഡേറ്റിന് കിട്ടിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഫൈൻഡ് ദ നമ്പർ ഓഫ് വാലിഡ് വോട്ടല്ലേ കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ ഒരു വാല്യൂ തന്നിട്ടില്ലേ? ടോട്ടൽ നമ്പർ ഓഫ് വോട്ട് അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് വോട്ട് എന്ന് പറയുന്നത് എത്ര? 5400 അല്ലേ? അപ്പൊ നമുക്കറിയാം 100% നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് ആയിട്ട് അസ്യൂം ചെയ്തത്. അപ്പൊ 100%ന്റെ വാല്യൂ ആണ് 5400. അങ്ങനെയെങ്കിൽ 1%ന്റെ വാല്യൂ എത്ര ആയിരിക്കും? 54 അല്ലേ? നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? ഫൈൻഡ് ദ നമ്പർ ഓഫ് വാലിഡ് വോട്ട് ഗോട്ട് ബൈ ദ കാൻഡിഡേറ്റ്. എത്ര വോട്ടാണ് പുള്ളി കിട്ടിയിരിക്കുന്നത്? 95 into 60%. അപ്പൊ നമുക്ക് കണ്ടുപിടിച്ചാൽ പോരെ? 95 into 60%ന്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്ത് ചെയ്താൽ മതി? 54 ആണ് 1%ന്റെ വാല്യൂ. അതിൻ്റെ കൂടെ നമ്മുടെ 95 into 60% കണ്ടുപിടിച്ചാൽ മതി. എത്ര വരും? ഈ സീറോയും കൂടെ കട്ട് ചെയ്ത് കളയാം. ഇത് 2 കൊണ്ട് കട്ട് ചെയ്താൽ എത്ര ടൈംസാ? 3 ടൈംസ്. 2 കൊണ്ട് കട്ട് ചെയ്ത് എത്ര ടൈംസാ? 5 ടൈംസ് അല്ലേ? 19 5 എത്ര? 95 അല്ലേ? 19 3 എത്ര? 57 അല്ലേ? അപ്പോൾ ഇതിൻ്റെ വാല്യൂ എത്ര വന്നു? 54 into 57 ചെയ്താൽ പോരെ? ഇനി ബാക്കി ഇരുന്ന് കാൽക്കുലേറ്റ് ചെയ്യണോ? 54നെ 57 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണോ? വേണ്ട. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ യൂണിറ്റ് ഡിജിറ്റിന്റെ ട്രിക്ക് അപ്ലൈ ചെയ്യേണ്ടത്. നോക്കിക്കോ, നമ്മൾ നേരെ ഓപ്ഷൻസിലോട്ട് പോകാം.
നമ്മുടെ തന്നിരിക്കുന്ന മൾട്ടിപ്ലൈ ചെയ്യേണ്ട രണ്ട് വാല്യൂസിന്റെ യൂണിറ്റ് ഡിജിറ്റ് എത്ര? 4ഉം 7ഉം അല്ലേ? അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന എത്ര? 28 നമുക്ക് കിട്ടുന്നത്. ആ 28ന്റെ യൂണിറ്റ് ഡിജിറ്റ് എത്ര? 8 അല്ലേ? അപ്പൊ അതിനർത്ഥം എന്താ? 54 57 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടേണ്ട ലാസ്റ്റ് ഡിജിറ്റ് അല്ലെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ 8 ആയിരിക്കണം. തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ്? ഓപ്ഷൻ എ യൂണിറ്റ് ഡിജിറ്റ് എത്ര? 8 ആണോ? 1 അല്ലേ? അല്ല. അപ്പോൾ ഇവനല്ല. ഈ ഓപ്ഷൻ ബി നോക്കിക്കേ, ഇവിടെ 4 അല്ലേ? 8 അല്ലല്ലോ, നമുക്ക് 8 അല്ലേ വേണ്ടേ? അപ്പൊ ബി ആണോ? ബിയും അല്ല. ഇനി അടുത്ത് നോക്കിയേ, സി നോക്കിക്കേ, 8 വന്നില്ലേ? അപ്പൊ ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ സി ആയിരിക്കും. പക്ഷെ ഒരു കാര്യം നോക്കിക്കേ, നൺ ഓഫ് ദീസ് ഇല്ലേ? ഈ നൺ ഓഫ് ദീസ് ഉള്ളത് കൊണ്ട് നമ്മൾ റിസ്ക് എടുക്കരുത്, നമ്മൾ ചെയ്ത് തന്നെ നോക്കുക. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത്രയും പറഞ്ഞിട്ട് ഞാൻ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നതെന്ന്. ഡെഫിനറ്റ്ലി നൺ ഓഫ് ദീസ് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് നോക്കുന്ന ഒരു റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയാ. അപ്പൊ എത്ര വരണം? 7 4 28, I 5 25 വരത്തില്ലേ? 7 5 35, I 4 20 എത്ര വരും? 45 വരത്തില്ലേ? എത്ര വരേണ്ടത്? 45 ആണോ? I 4 20ഉം 7 5 35 എത്ര വരുന്നത്? 55 വരണം അല്ലേ? സോറി 55 അല്ലേ? എവിടെ മിസ്റ്റേക്ക് വന്നേ? 8 7 10 3078 കറക്റ്റ് അല്ലേ കിട്ടിയിരിക്കുന്നത്? ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഇനിയിപ്പോൾ യൂണിറ്റ് ഡിജിറ്റൽ അല്ലെങ്കിൽ ഈ നൺ ഓഫ് ദിസ് ഇല്ലെങ്കിൽ അതിന് പകരം വേറെ ഏതെങ്കിലും ഒരു വാല്യൂ ആണ് തന്നിരുന്നെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്തുകൂടെ? അപ്പോൾ ഇതാണ് യൂണിറ്റ് ഡിജിറ്റ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഓപ്ഷൻ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം അല്ലെങ്കിൽ ഓപ്ഷൻ എലിമിനേഷൻസിലൂടെ എങ്ങനെ കണ്ടുപിടിക്കാം. ഇത്രയും സമയം നമുക്ക് ലാഭിച്ചൂടെ? അതേപോലെ ഒരു ട്രിക്കാണ് ഡിജിറ്റ് സം മെത്തേഡ് എന്നൊക്കെ പറയും. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങളുടെ ഈ ക്ലാസ്സുകളിലൂടെ അല്ലെങ്കിൽ ഓരോരോ ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കുമ്പം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഒരു ക്ലാസ് മിസ്സാക്കല്ലേ, ഓരോ ക്ലാസ്സിൽ ഒരുപാട് ട്രിക്സ് കാണും. ഓക്കെ ആണല്ലോ? അങ്ങനെയെങ്കിൽ ഓക്കെ, ഇതെല്ലാവരും എഴുതിയല്ലോ അല്ലേ? എല്ലാവരും നോട്ട് ചെയ്തോ? എല്ലാവർക്കും മനസ്സിലായല്ലോ? അങ്ങനെയെങ്കിൽ ഈ കാര്യം എല്ലാവർക്കും മനസ്സിലായല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് ഇതിനെ ട്രിക്ക് വെച്ച് കണ്ടുപിടിച്ചൂടെ? അപ്പോൾ ഞാൻ പറഞ്ഞു ട്രിക്സ് വെച്ച് നമുക്കിത് കണ്ടുപിടിക്കാം. നോക്കിക്കോ, ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് നമുക്ക് ഓൾറെഡി തന്നിട്ടില്ലേ 5400. അപ്പോൾ നമുക്കറിയാം ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് എന്ന് പറഞ്ഞാൽ എത്ര? 5400 ആണ്. അപ്പം നമ്മളൊരു പ്രിലിംസ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ വേണം അറ്റൻഡ് ചെയ്യാൻ. ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് 5400 ആണ്. അതിൻ്റെ 5% വോട്ട് എന്തായി മാറി? ഇൻവാലിഡ് ആയി മാറി. അപ്പോൾ വാലിഡ് വോട്ട് എത്ര? 95% അല്ലേ? ഈ 95%ന്റെ 60% ആണ് ആർക്ക് കിട്ടിയിരിക്കുന്നത്? കാൻഡിഡേറ്റ് എക്ക് കിട്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന നമ്മുടെ കാൻഡിഡേറ്റിന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മളോട് ചോദിച്ചു ഫൈൻഡ് ദ നമ്പർ ഓഫ് വാലിഡ് വോട്ട്സ് ഗോട്ട് ബൈ ദ കാൻഡിഡേറ്റ്. അത് തന്നെയല്ലേ നമ്മൾ ഈ എഴുതി വെച്ചിരിക്കുന്നത്. ഇത് സോൾവ് ചെയ്താൽ പോരെ? ഡയറക്റ്റ് കിട്ടത്തില്ലേ? സ്റ്റെപ്സ് ഒഴിവാക്കിക്കൂടെ? കണ്ടുപിടിക്കാമല്ലോ. ഈ 2 0യും ഈ 2 0യും കട്ട് ചെയ്ത് കളയാമല്ലോ. അപ്പോൾ നമുക്കറിയാം 19 5 എത്ര? 95 അല്ലേ? 20 5 എത്ര? 100 അല്ലേ? ഇവനെയും കട്ട് ചെയ്ത് കളയാമല്ലോ. 3 കിട്ടത്തില്ലേ? അപ്പോൾ ഇതിന്റെ വാല്യൂ എത്ര ആയിരിക്കും? 54 ഇൻറ്റു 19 3 എത്ര? 57. ഇത് തന്നെ അല്ലേ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത്? 54 ഇൻറ്റു 57 ചെയ്യുമ്പോൾ നമുക്ക് എത്ര നേരത്തെ കിട്ടിയത്? 3078 തന്നെ കിട്ടി. അപ്പം ഇതാണ് ഇതിന്റെ ട്രിക്ക്, അല്ലെങ്കിൽ ഇതാണ് സക്സസീവ് പെർസെൻറ്റേജ് ഡിക്രീസ് അല്ലെങ്കിൽ സക്സസീവ് പെർസെൻറ്റേജ് ചേഞ്ച് വെച്ചിട്ട് എങ്ങനെ നമുക്ക് ഇലക്ഷൻ ഈസി ആയിട്ട് ചെയ്യാം. എങ്ങനെയുണ്ട് ട്രിക്ക്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇതാണ് ഇതിന്റെ ആക്ച്വൽ ട്രിക്കി മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ട്രിക്ക് ആണെങ്കിൽ കൂടെയും ആ ട്രിക്കിൽ ഒരു കൺസെപ്റ്റ് ഉണ്ട്. ആ കൺസെപ്റ്റ് ആണ് ഞാൻ തൊട്ട് മുന്നത്തെ ക്ലാസ് നമ്പർ 3ൽ പ്രോപ്പറായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് പോയി കാണണം. ഇതുവരെയായിട്ടും കാണാത്ത ആൾക്കാർ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ ആണല്ലോ? അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കൂടെ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ വായിച്ച എല്ലാവരും. ഇൻ ആൻ ഇലക്ഷൻ കാൻഡിഡേറ്റ് എ ഗോട്ട് 40% ഓഫ് ദ ടോട്ടൽ വാലിഡ് വോട്ട്. 40% ഓഫ് ദി ടോട്ടൽ വാലിഡ് വോട്ടിന്റെ 40% ആർക്ക് കിട്ടി? കാൻഡിഡേറ്റ് എക്ക് കിട്ടി. ഇനി ഇഫ് 55% ഓഫ് ദ ടോട്ടൽ വോട്ട്സ് വേർ ഡിക്ലെയർഡ് ആസ് ഇൻവാലിഡ്. എന്ത് സംഭവിച്ചു? ടോട്ടൽ വോട്ടിന്റെ 55% എന്ത് സംഭവിച്ചു? ഇൻവാലിഡ് ആയിട്ട് പ്രഖ്യാപിച്ചു. അങ്ങനെയെങ്കിൽ പറയുകയാണ് ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് തന്നിട്ടുണ്ട് എത്ര? 2,80,000 തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ നമ്പർ ഓഫ് വാലിഡ് വോട്ട് പോൾഡ് ഇൻ ഫേവർ ഓഫ് എ. കണ്ടുപിടിച്ചൂടെ? ഞാൻ ഇനി ട്രിക്ക് വെച്ചിട്ടല്ലേ പറഞ്ഞു തരത്തുള്ളൂ. അത് നോക്കാം. നോക്കിക്കോ, ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് എത്ര കിട്ടിയിരിക്കുന്നത്? 2,80,000 വോട്ട്സ് ആണ് ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് എന്ന് പറയുന്നത്. എന്ത് സംഭവിച്ചത്? ആ ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സിന്റെ എത്ര ശതമാനമാണ് ഇൻവാലിഡ് ആയി മാറിയത്? ഈ 55% ഓഫ് ദ ടോട്ടൽ വോട്ട്സ് വെർ ഡിക്ലെയർഡ് ആസ് ഇൻവാലിഡ്. അപ്പോൾ 55% എന്തായി മാറി? 100%ത്തിൽ 55% എന്തായി മാറി? ഇൻവാലിഡ് ആയെങ്കിൽ ബാക്കി 45% വോട്ട്സ് അല്ലേ ഉള്ളൂ വാലിഡ് വോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സിന്റെ 45% മാത്രമേ എന്തുള്ളൂ? വാലിഡ് വോട്ടുള്ളൂ. ഓക്കെ ആണല്ലോ? ഇനി എന്ത് സംഭവിച്ചു? ഈ വാലിഡ് വോട്ടിന്റെ
40% വോട്ട് ആർക്ക് കിട്ടി? കാൻഡിഡേറ്റ് കെക്ക് കിട്ടി. കാൻഡിഡേറ്റ് എക്ക് കിട്ടി. അപ്പൊ എത്ര ശതമാനം വോട്ടാ? 40% വോട്ട് ആർക്ക് കിട്ടി? കാൻഡിഡേറ്റ് എക്ക് കിട്ടി. അങ്ങനെയെങ്കിൽ നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് ദ നമ്പർ ഓഫ് വാലിഡ് വോട്ട് പോൾഡ് ഇൻ ഫേവർ ഓഫ് കാൻഡിഡേറ്റ്. ഇതല്ലേ കണ്ടുപിടിക്കണ്ടേ? എന്തെങ്കിലും സ്റ്റെപ്സ് ഉണ്ടോ? കാൽക്കുലേറ്റ് ചെയ്താൽ പോരെ. ഇഷ്ടം പോലെ സീറോസാ കട്ട് ചെയ്ത് കളയാൻ. ഇവിടെയും 0, ഇവിടെയും 0, ഇവിടെയും 2 0 ഉണ്ട്, ഇവിടെയും 2 0 ഉണ്ട്. അപ്പൊ നമുക്ക് കണ്ടുപിടിച്ചൂടെ? 28 ഇൻറ്റു നോക്ക് 45 ഇൻറ്റു 4 എത്ര? 45 ഇൻറ്റു 2 എത്ര? 90 അല്ലേ? അപ്പൊ 45 ഇൻറ്റു 4 എത്ര ആയിരിക്കും? അതിന്റെ ഇരട്ടി 180. ഇനി 28 ഇൻറ്റു 18 ചെയ്യണോ? വേണോ? നിങ്ങൾ പറഞ്ഞ ചെയ്ത് നോക്കണോ? ഒരാവശ്യമില്ല. എഗെയിൻ യൂണിറ്റ് ഡിജിറ്റ് നോക്കാം. അപ്പൊ എന്താ ഇവിടെ ഒരു 0 കൂടെ ബാക്കിയില്ലേ? 0 ബാക്കി വല്ലതും വരാനുണ്ടോ? എവിടൊക്കെയോ കുറച്ച് സീറോസ് മിസ്സായില്ലേ? 4 0 ഉണ്ട്. ഓക്കെ, പറഞ്ഞോ. 64 യൂണിറ്റ് ഡിജിറ്റ് വരേണ്ടത് നോക്കിക്കേ. ലാസ്റ്റ് ഡിജിറ്റുകളുടെ മൾട്ടിപ്ലിക്കേഷൻ വരുമ്പം 64 വരണം, പിന്നെ ഒരു 0 കൂടെ ബാക്കി വരണം, പിന്നെ അത്രയല്ലേ ഉള്ളൂ ബാക്കി. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, 4ന് ശേഷം സീറോസ് വരുന്ന ഏത് ഓപ്ഷനാണ് ഉള്ളത്? അതായത് 45 4 ഇവിടെ ഒരു 0 മിസ്സായല്ലോ. കുഴപ്പമില്ല. ഏതാ ഓപ്ഷൻ? ഈ ഒരൊറ്റ ഓപ്ഷൻ അല്ലേ ഉള്ളൂ. വേറെ ഏതെങ്കിലും ഒരു ഓപ്ഷൻ മിസ്സായിട്ടുണ്ടോ? നിങ്ങൾ നോക്കിക്കേ. ഈ തന്നിരിക്കുന്നതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എത്ര? യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ ഹോൾ നമ്പർ പാർട്ട് അവസാനം വരുന്ന 0ക്ക് തൊട്ടടുത്ത് വരുന്ന ഹോൾ നമ്പർ പാർട്ട് 5 അല്ലേ? നമുക്ക് എത്ര വേണ്ടത്? 4 അല്ലേ? അപ്പൊ എ ആണോ ആൻസർ? അല്ല. ഇനി ഇവിടെ ആണെങ്കിലോ 6 അല്ലേ? ഒരിക്കലുമല്ല. ഇവിടെ 7 ആണോ? അതുമല്ല. ഇനി നോക്ക്, ലാസ്റ്റ് ഡിജിറ്റ് 8 അല്ലേ? അവനുമല്ല. അപ്പൊ ഏതാ ആൻസർ? ഓപ്ഷൻ ഡി. എളുപ്പത്തിൽ കിട്ടിയില്ലേ? ഇനി വേറൊരു ട്രിക്കും കൂടെ പറഞ്ഞുതരാം. നോക്കിക്കോ, ഈ 28നെ നമ്മൾ 180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. നമുക്കറിയാം 180 എങ്ങനെ എഴുതാം? 90 ഇൻറ്റു 2 എന്ന് എഴുതിക്കൂടെ? ഈ 180 എന്ന് പറഞ്ഞാൽ എന്തിന്റെ മൾട്ടിപ്പിളാ? 9ന്റെ മൾട്ടിപ്പിൾ അല്ലേ? അപ്പോൾ 9ന്റെ മൾട്ടിപ്പിൾ ഈ തന്നിരിക്കുന്ന ഏത് ഓപ്ഷനാണെന്ന് നോക്കിയാൽ പോരെ. അതെങ്ങനെ കണ്ടുപിടിക്കാം? തന്നിരിക്കുന്ന ഓപ്ഷന്റെ ഡിജിറ്റുകളുടെ സം എടുക്കുക. അപ്പോൾ ആ ഡിജിറ്റുകളുടെ സം എന്ന് പറയുന്നത് 9ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ആ നമ്പർ എന്തായിരിക്കും? 9 കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിവിസിബിൾ ആയിരിക്കും. നോക്കിക്കൂടെ, 5 2 7 3 10. 10 എന്ന് പറയുന്ന നമ്പർ 9 കൊണ്ട് മൾട്ടിപ്പിൾ ആണോ? അല്ല. അപ്പൊ ഈ ഓപ്ഷൻ ആണോ? അവനല്ല. ഇവിടെ ആണെങ്കിലോ 6 5 11. 11 പറഞ്ഞ നമ്പർ 9ന്റെ മൾട്ടിപ്പിൾ ആണോ? അവനുമല്ല. ഇനി നോക്കിയേ, 5 3 8, 7 5 12 3 15. 15 9ന്റെ മൾട്ടിപ്പിൾ ആണോ? അവനുമല്ല. ഇവിടെ നോക്കിക്കേ, 5 4 9. 9 9ന്റെ മൾട്ടിപ്പിൾ അല്ലേ? ഡെഫിനറ്റ്ലി. അപ്പൊ എഗെയിൻ ആ ഒരു ഓപ്ഷൻ വരാം. ലാസ്റ്റ് ഓപ്ഷൻ നോക്കിക്കൂടെ, 8 2 10, 10 9 19. 19 9ന്റെ മൾട്ടിപ്പിൾ ആണോ? അവനുമല്ല. അപ്പൊ ഇത് 180 അല്ലെങ്കിൽ 28 ഇൻറ്റു 18 ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടോ? ഒരാവശ്യമില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ ഒരു 0 കൂടെ ബാക്കി വരണല്ലേ? നമ്മുടെ 40യുടെ 0 കൂടെ ഇട്ട് കൊടുക്കണ്ടേ? ഇപ്പൊ കറക്റ്റ് ആയില്ലേ? അതായത് 4 വന്നിട്ട് ലാസ്റ്റ് 2 0 കൂടെ വരണം. അത് ഏത് ഓപ്ഷനാണ് ഉള്ളത്? ആകെ നമുക്ക് ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. ഓപ്ഷൻ ഡി അല്ലേ ഉള്ളൂ. അപ്പൊ ഏതാ ആൻസർ കിട്ടിയിരിക്കുന്നത്? 50,400 നമുക്ക് ആൻസർ കിട്ടി. എന്ത് എളുപ്പത്തിൽ കണ്ടുപിടിച്ചു. അപ്പൊ ഞാൻ എന്തൊക്കെ പറഞ്ഞു തന്നു? ഇലക്ഷൻ എങ്ങനെ സക്സസീവ് ചേഞ്ച് വെച്ച് കണ്ടുപിടിക്കാം, എങ്ങനെ യൂണിറ്റ് ഡിജിറ്റ് വെച്ച് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ 9ന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമ്പറിന്റെ മൾട്ടിപ്പിൾസ് വെച്ച് കണ്ടുപിടിക്കാം. ഇത്രയും കാര്യങ്ങൾ കിട്ടിയില്ലേ? എല്ലാവർക്കും ഓക്കെ ആണല്ലോ? അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിന്റെ ബേസിക് വെച്ചിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ ഇതിന്റെ ഒരു വർക്ക് തരാം, അല്ലെങ്കിൽ ഹോംവർക്ക് പോലെ തരാം അല്ലേ? ഹോംവർക്ക്, നമ്മുടെ പഴയ മെത്തേഡ് ഹോംവർക്ക് തരാം. നിങ്ങൾ ഇതിന്റെ ബേസിക് മെത്തേഡിൽ ചെയ്തിട്ട് ആൻസർ കിട്ടുന്നുണ്ടോ നോക്കുക. ഡെഫിനറ്റ്ലി കിട്ടും. സെയിം ആൻസർ തന്നെ കിട്ടും. ഓക്കെ ആണല്ലോ? അപ്പൊ അങ്ങനെയെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ വായിക്കട്ടെ. ഇൻ ആൻ ഇലക്ഷൻ ബിറ്റ്വീൻ 2 candidates, 30% votes declared as invalid. 50% of the total voters voted for the winner and the winner won by 600 vote. വിന്നറിന് എത്ര വോട്ടിൽ കൂടുതലാണ് കിട്ടിയിരിക്കുന്നത്? 600 വോട്ടിനാണ് വിന്നർ ജയിച്ചിരിക്കുന്നത്. ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ വിന്നർ 1/600 വോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? അവന് കിട്ടിയിരിക്കുന്ന ഭൂരിപക്ഷം എത്ര വോട്ട്സാ? 600 വോട്ടാ. നമുക്ക് തുടങ്ങാം. നോക്കിക്കോ, ഇതിന് ഞാൻ ബേസിക് മെത്തേഡിലൂടെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി വരും. നോക്കിക്കോ, ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് എന്ന് പറയുന്നത് സപ്പോസ് 100% ആണെന്ന് വിചാരിക്കാം. അതല്ലേ നമ്മൾ എപ്പോഴും എടുക്കുന്നത്? അതിൽ 30% വോട്ട് എന്തായി മാറി? 30% വോട്ട് എന്ന് പറയുന്നത് ഇൻവാലിഡായി മാറി. അപ്പോൾ വാലിഡ് വോട്ട് എത്ര? നിങ്ങൾ പറഞ്ഞേ. വാലിഡ് വോട്ട് എന്ന് പറഞ്ഞാൽ ബാക്കി 70% അല്ലേ ഉള്ളൂ. അപ്പോൾ ഇവിടെ 2 കാൻഡിഡേറ്റ് ഉണ്ട്, ഒരു വിന്നറും ഉണ്ട്, ഒരു ലൂസറും ഉണ്ട്. അതെന്തായാലും ഉണ്ടായിരിക്കുമല്ലോ.
നമ്മളോട് പറയുകയാണ് 50% ഓഫ് ദ ടോട്ടൽ വോട്ടേഴ്സ്. ശ്രദ്ധിക്കണം, ഈ ഒരു വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഇത്രയും നാൾ വിന്നറിനും ലൂസറിനും കിട്ടിയിരിക്കുന്നത് 50%, 40% ഓഫ് ദ ടോട്ടൽ വാലിഡ് വോട്ട് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ ഇവിടെ കണ്ടോ, 50% ഓഫ് ദ ടോട്ടൽ വോട്ടേഴ്സ് വോട്ടഡ് ഫോർ ദി വിന്നർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ടോട്ടൽ വോട്ട് ഇവിടെ എത്ര, 100% അല്ലേ? അപ്പം 100% ആയിട്ടുള്ള ടോട്ടൽ വോട്ടിന്റെ 50% ആണ് ആർക്ക് കിട്ടിയിരിക്കുന്നത്, വിന്നറിന് കിട്ടിയിരിക്കുന്നത്. 100ന്റെ 50% എത്ര, 50 അല്ലേ? അല്ലെങ്കിൽ 100ന്റെ 50% എന്ന് പറഞ്ഞാൽ എന്താ, പകുതി അല്ലേ? അപ്പൊ വിന്നറിന് എത്ര കിട്ടി, 50% വോട്ട് ഓഫ് ആറിന് കിട്ടി, അല്ലെങ്കിൽ 100ന്റെ 50% ആർക്ക് കിട്ടി, വിന്നറിന് കിട്ടി. അതെത്ര, 50% അല്ലേ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ബാക്കി ലൂസറിന് കിട്ടിയിരിക്കുന്ന 100ൽ 50 ആണോ? ഒരിക്കലും അല്ല. ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഈ തന്നിരിക്കുന്ന വാലിഡ് വോട്ടിൽ നിന്നായിരിക്കണം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതാണ് എല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക്. ആ മിസ്റ്റേക്ക് ചെയ്യരുത്. 50% ഓഫ് ദ ടോട്ടൽ വോട്ട് വിന്നറിന് കിട്ടിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ലൂസറിന് എത്ര വോട്ടാണ് കിട്ടിയിരിക്കുന്നത്, വാലിഡ് വോട്ടായിട്ടുള്ള 70%ൽ നിന്നും വിന്നറിന് കിട്ടിയിരിക്കുന്ന 50% വോട്ട് മൈനസ് ചെയ്യുമ്പോൾ എത്ര വരും, 20% വോട്ട് മാത്രമേ ആർക്ക് കിട്ടിയിട്ടുള്ളൂ, ലൂസറിന് കിട്ടിയിട്ടുള്ളൂ. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ ഭൂരിപക്ഷം എത്ര കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് ഈ ബേസിക് മെത്തേഡിൽ ചെയ്ത് കാണിച്ചത്. അല്ലെങ്കിൽ എനിക്ക് സിമ്പിളായിട്ട് ആ ഒരു ട്രിക്ക് വെച്ച് ചെയ്ത് പോയാൽ പോരെ. ഓക്കെ ആണല്ലോ. അപ്പം ഭൂരിപക്ഷം ഇൻ പെർസെൻറ്റേജിൽ എത്ര കിട്ടിയിരിക്കുന്നത്, 30% അല്ലേ? അപ്പം നമുക്ക് അതിനെ കണക്ട് ചെയ്യാൻ വാല്യൂ ഇല്ലേ? എത്ര തന്നിരിക്കുന്നത്, 30%ന്റെ വാല്യൂ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. എത്ര, 600. അങ്ങനെയെങ്കിൽ 1%ന്റെ വാല്യൂ എത്ര ആയിരിക്കും, 600 ഡിവൈഡഡ് ബൈ 30 എത്ര വരുന്നേ, 20 അല്ലേ? നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ, ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ്. എത്ര, 100% അല്ലേ? 100%ന്റെ വാല്യൂ എത്ര വരും, 2000 വോട്ട് എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഏതാ ഓപ്ഷൻ, ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, ലാംഗ്വേജിൽ ഒന്ന് മാറി തന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കത്തില്ല, നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ട്രിക്ക് വെച്ചങ്ങ് പഠിച്ചു പോകും. അപ്പോൾ ട്രിക്കിനകത്ത് ഇത് എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് അറിയണമെങ്കിൽ, അല്ലെങ്കിൽ അതനുസരിച്ച് നമുക്ക് അപ്ലൈ ചെയ്യാൻ അറിയണമെങ്കിൽ നമ്മൾ എന്ത് പഠിക്കണം, അതിൻ്റെ കൺസെപ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഫൗണ്ടേഷൻ ക്ലിയർ ആയിരിക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് എല്ലാവരും പ്രോപ്പറായിട്ട് നോട്ട് എഴുതി വെക്കുക. കാര്യം അത്രയും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എഴുതി തരുന്നത്. ഇൻ കേസ് നിങ്ങൾക്ക് നോട്ട് എഴുതാൻ മടിയാണെങ്കിൽ പോലും നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് പോസ് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. കാര്യം എന്താ, അത്രയും നീറ്റായിട്ടല്ലേ എഴുതി തരുന്നത്. നിങ്ങൾക്കങ്ങ് എന്തിനാ അത്രയും സമയം കളയുന്നതല്ലേ? പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾ നോട്ട്സ് ആക്കണം. ഈ നോട്ട് നിങ്ങൾ റിവിഷൻ ചെയ്യണം. എംബോസിഷൻ പോലെ 2 വട്ടം എഴുതണം. ഞാൻ പറഞ്ഞു, നമ്മുടെ പിള്ളേർ ഇവിടുത്തെ ദിശയിലെ ഓഫ്ലൈൻ ബാച്ചസിലെ കുട്ടികൾ നല്ല രീതിയിൽ എംബോസ് എഴുതുന്നുണ്ട്. അവർ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് അല്ലെങ്കിൽ വീട്ടിൽ പോയിട്ട് ഒരു 2 വട്ടം എഴുതുന്നുണ്ട്. അങ്ങനെ എഴുതി ആ ഒരു കൺസെപ്റ്റ് നല്ല രീതിയിൽ തറവാകും. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ എന്താ പറയുന്നത്, പഴയ കാലത്തെ നമ്മുടെ മെത്തേഡുകൾ അല്ലേ, ഇപ്പോൾ വീണ്ടും ആവശ്യം വരും. കാലം മാറിയാലും പഴയ കാലത്തെ മെത്തേഡുകൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടല്ലേ. അപ്പം അങ്ങനെയെങ്കിൽ നമുക്ക് ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഇതൊരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ലാസ്റ്റ് ആയിട്ട് ഇട്ടത്. അപ്പോൾ എത്രാമത്തെ ക്വസ്റ്റ്യൻ, 4ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ? നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ വായിക്കട്ടെ, നോക്കിക്കോ. 20% ഓഫ് ദ വോട്ടേഴ്സ് did not cast their vote in an election between 2 candidates. 10% of the votes polled were found invalid. The successful candidate got 56% of the valid vote and won by majority of 1728. കണ്ടോ, ഇവിടെ നമുക്ക് നമ്മുടെ മെജോറിറ്റി അല്ലെങ്കിൽ ഭൂരിപക്ഷം എത്ര തന്നിരിക്കുന്നത്, 1728 ആണ് തന്നിരിക്കുന്നത്. ഫൈൻഡ് ദ നമ്പർ ഓഫ് വോട്ടേഴ്സ് എൻറോൾഡ് ഓൺ ദി വോട്ടേഴ്സ് ലിസ്റ്റ് വാസ്. എന്ന് പറഞ്ഞാൽ എന്താ, ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് കണ്ടുപിടിക്കാനല്ലേ. നമുക്ക് നോക്കാം, എളുപ്പമല്ലേ ഇത് ചെയ്യാൻ. ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് നമുക്കറിയോ, ഇല്ല. അപ്പം നമുക്ക് നോക്കാം. സപ്പോസ് 100% ആയിരുന്നു നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് എന്ന് അസ്യൂം ചെയ്തേ. അങ്ങനെയെങ്കിൽ എന്താ സംഭവിച്ചത്, 20% വോട്ടേഴ്സ് എന്ത് ചെയ്തു, വോട്ട് ഇടാൻ പോയില്ല, അന്ന് കാസ്റ്റ് ചെയ്യാൻ പോയില്ല. അപ്പോൾ എന്ത് സംഭവിച്ചു, 20% വോട്ടേഴ്സ് എന്ത് സംഭവിച്ചു, ഡിഡ് നോട്ട് കാസ്റ്റ് ദ വോട്ട് അല്ലേ, കാസ്റ്റ് ചെയ്തില്ലല്ലോ. അപ്പോൾ കാസ്റ്റഡ് വോട്ട് എത്ര, നിങ്ങൾ പറഞ്ഞേ. കാസ്റ്റഡ് വോട്ട് എന്ന് പറഞ്ഞത് 80% ആയിരുന്നു. ഇനി എന്താ സംഭവിച്ചത്, ഈ 80%ന്റെ 10% അല്ലെങ്കിൽ 10% വോട്ട് എന്തായി മാറി, ഇൻവാലിഡായി മാറി, അല്ലെങ്കിൽ ഇൻവാലിഡ് വോട്ടായി മാറി. അപ്പൊ 80%ന്റെ 10 എത്ര, 8 അല്ലേ? അപ്പൊ അതിന്റെ വാല്യൂ എത്ര ആയിരിക്കും, 8% അല്ലേ? അപ്പൊ ഇത് ഞാൻ ഇങ്ങോട്ടൊന്ന് മാറ്റി എഴുതാം, കൺഫ്യൂഷൻ വരാണ്ടിരിക്കാൻ. നോക്കിക്കോ, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ, 10% ഓഫ് ദി വോട്ടേഴ്സ് പോൾഡ് വെയർ ഫൗണ്ട് ഇൻവാലിഡ്. അതായത്
80%, അല്ലെങ്കിൽ 80യുടെ 10% എത്ര? 8% അല്ലേ? ഇവരെന്തായി മാറി? ഇൻവാലിഡ് വോട്ടായി മാറി. അപ്പം വാലിഡ് വോട്ട് എത്ര വരണം? -8 ചെയ്താൽ പോരെ? എത്ര വരും? 72% എന്തായി മാറി? വാലിഡ് വോട്ടായി മാറി. ഇനി നമുക്ക് കണ്ടുപിടിച്ചൂടെ? ഈ വാലിഡ് വോട്ടിന്റെ 56% ആർക്ക് കിട്ടി? മെജോറിറ്റി കിട്ടിയില്ലേ? അപ്പൊ വിന്നറിന് എത്ര കിട്ടി? 72ന്റെ 56% കിട്ടിയില്ലേ? ലൂസറിനാണെങ്കിലോ ഈ തന്നിരിക്കുന്ന 72ന്റെ എത്ര? ബാക്കി എത്ര വരുന്നത്? 100% ടോട്ടൽ വാലിഡ് വോട്ടെങ്കിൽ ഈ 72 അല്ല, നമ്മൾ ഈ ടോട്ടൽ വാലിഡ് വോട്ടിലെ 100% അസ്യൂം ചെയ്യുകയാണെങ്കിൽ 56 വോട്ട് വാലിഡ് ആണെങ്കിൽ 56 വോട്ട് വിന്നറിന് കിട്ടിയെങ്കിൽ ലൂസറിന് എത്ര കിട്ടും? 100 - 56 എത്ര വരണം? 44 അല്ലേ? അപ്പൊ 44% ആർക്ക് കിട്ടി? ലൂസറിന് കിട്ടി. അങ്ങനെയെങ്കിൽ ഞാൻ ഇങ്ങോട്ട് എഴുതിക്കോട്ടെ, ഇവിടെ സ്ഥലമുണ്ടല്ലോ. അപ്പൊ നമുക്ക് കിട്ടുന്ന ഭൂരിപക്ഷം എത്ര? 72%, അല്ലെങ്കിൽ 72ന്റെ 56% വിന്നറിന് കിട്ടിയത് -72 ആയിട്ടുള്ള ടോട്ടൽ വാലിഡിന്റെ 44% ലൂസറിന് കിട്ടിയ വാല്യൂ മൈനസ് ചെയ്താൽ പോരെ? അതിന്റെ വാല്യൂ നമുക്ക് തന്നിരിക്കുന്നത് 1728 വോട്ട് എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടെ നിന്ന് ഒരു 72 എനിക്ക് കോമൺ എടുക്കാമല്ലോ. എത്ര ആയിരിക്കും? 56 - 44 എന്ന് പറഞ്ഞാൽ 12% അല്ലേ? 6 × 4 = 2, 5 × 4 = 1. അതായത് 72ന്റെ 12% വാല്യൂ ആണ് 1728. അപ്പോൾ 1%ന്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്ത് ചെയ്താൽ മതി? 1728 ഡിവൈഡഡ് ബൈ 72 × 12. നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? ഫൈൻഡ് ദ നമ്പർ ഓഫ് വോട്ടേഴ്സ് എൻറോൾഡ് ഓൺ ദി വോട്ടേഴ്സ് ലിസ്റ്റ് മാസ് എന്ന് പറഞ്ഞാൽ എത്ര? 100%ന്റെ വോട്ടല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കണ്ടുപിടിക്കാൻ എന്തെങ്കിലും പാടുണ്ടോ? ഒരു പാടുമില്ല. 1728 ഡിവൈഡഡ് ബൈ 72 × 12 ഇൻറ്റു 100 ചെയ്താൽ പോരെ? എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഇല്ല. നമുക്ക് നോക്കാം എത്ര ടൈംസ് ആയിരിക്കും ഇത്. 12 കൊണ്ട് അടങ്ങുമോ? 12 ഒരു ടൈംസ്. ഓക്കെ, നമുക്ക് നോക്കാം. 9 കൊണ്ട് കട്ട് ചെയ്ത് കളഞ്ഞൂടെ? 8 ടൈംസ് ഉണ്ട്. 7 × 1 = 8. അപ്പോൾ 9 കൊണ്ട് ഡെഫിനറ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും. എത്ര ടൈംസാ? ഒരു തവണയാണോ 2 തവണയാണോ? ഒരു തവണയല്ലേ ഉള്ളൂ. ബാക്കി എത്ര വരണം? 8 അല്ലേ? അപ്പോൾ ഇവിടെ 8 വരുമ്പം 9 ടൈംസ് വരും, 192 വരും. 12 192 എത്ര ടൈംസ് അടങ്ങും? 12 എത്ര ടൈംസാ? 12 10 എത്ര? 120. പിന്നെ നമുക്ക് എത്ര വേണം? ഒരു 72 ഒരു 92 കൂടെ വേണം. 12 10 എത്ര? 120, പിന്നെ ഒരു 72 വേണം. അപ്പോൾ ഡെഫിനറ്റ്ലി 16 ടൈംസ് അല്ലേ ഇത്? അല്ലേ? 16 12 എത്ര? മറന്നുപോയോ? 12 01 08 കറക്റ്റ് കിട്ടിയില്ലേ? 192. അപ്പോൾ നമ്മളിങ്ങനെ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ എത്ര വരും? 8ന് 16 കൊണ്ട് എത്ര തവണ കട്ട് ചെയ്യാം? 2 ടൈംസ് അല്ലേ? അപ്പോൾ നമുക്ക് കിട്ടി 100%. ഒരു മിനിറ്റ്, സ്ഥലമില്ലാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ അവനെ എങ്ങോട്ട് എഴുതണം? ഈ ഒരു ഭാഗം ക്ലിയർ ചെയ്യുവാണ്. നോക്കിക്കോ, ഇതാ ഇത്രയും പാർട്ടൊന്ന് ഞാൻ ക്ലിയർ ചെയ്യുക. ഒരു സ്റ്റെപ്പ് എഴുതിയിരിക്കുന്നത് നോർത്തിൽ, അടുത്ത സ്റ്റെപ്പ് എഴുതിയിരിക്കുന്നത് സൗത്തിൽ, മറ്റേ തെക്കിലും വടക്കിലും എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ കണ്ടിന്യൂഷൻ ഇതാ ഇങ്ങോട്ട് എഴുതാം. ഞാനിത് ക്ലിയർ ചെയ്യുന്നില്ല, വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു കണ്ടിന്യൂഷൻ പോകാതിരിക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് കിട്ടി 100%ന്റെ വാല്യൂ എത്ര കിട്ടിയിരിക്കുന്നത്? 100% അല്ല, എത്ര 100%ന്റെ വാല്യൂ കിട്ടിയിരിക്കുന്നത്? ഒരു 0 മാറിപ്പോയല്ലോടെ. ഇവിടെ 72% അല്ലേ? അപ്പോൾ ഡിവൈഡഡ് ബൈ ഒരു 100 വരണ്ടേ? അത് മറന്നുപോയോ? അപ്പോൾ 100%ന്റെ വാല്യൂ നമുക്ക് ഇവിടെ എത്ര കിട്ടിയിരിക്കുന്നത്? ഒരു 200 കൊണ്ട് അതിൻ്റെ കൂടെ ഡിനോമിനേറ്ററിൽ ഒരു 100 ഇല്ലേ, അവനെ മേളിൽ കൊണ്ടുപോണ്ടേ? ഒരു 100 കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? അപ്പോൾ എത്ര വരും? 20,000 വോട്ടേഴ്സ് ആയിരുന്നു, അല്ലെങ്കിൽ 20,000 ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് ആയിരുന്നു ഇനിഷ്യൽ ഉണ്ടായിരുന്നത്. ഓക്കെ അല്ലേ? എല്ലാവർക്കും ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിച്ചെന്ന് മനസ്സിലായില്ലേ? ഇതാണ് നമ്മുടെ ബേസിക് മെത്തേഡ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും ബേസിക് ഒക്കെ പറഞ്ഞ് കാൽക്കുലേറ്റ് ഒക്കെ ചെയ്തതെന്ന് അവിടെ വെട്ടിക്കളഞ്ഞതും. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, 72ന്റെ 12% 12% എന്ന് പറയുമ്പോൾ 72 × 12 ഡിവൈഡഡ് ബൈ 100 ഉണ്ട്. ഇവിടെ കിടപ്പുണ്ട്. ഇനി അവനെ മേളിൽ കൊണ്ടുപോകണ്ടേ? അല്ലെങ്കിൽ എങ്ങനെ ശരിയാവും? അല്ലെങ്കിൽ 200 കിട്ടുമോ? ഇല്ല. അപ്പോൾ ഈ 100നെ മേളിൽ കൊണ്ടുപോകുമ്പോൾ എന്തായി മാറും? 100%ന്റെ വാല്യൂ എന്ന് പറയുന്നത് 200 × 100 വരും. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ബേസിക് എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ ഡി ആണ് നമുക്ക് കിട്ടിയത്. 200 അല്ല, 20,000 ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? ഇനി ബേസിക് മാറി ട്രിക്കി വെയിലും ചെയ്യണം. എല്ലാവരും പോസ് ചെയ്തിട്ട് ഈ ആൻസർ എഴുതിയെടുക്കണം. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതിനെ എങ്ങനെ നമുക്ക് ട്രിക്കിലൂടെ ചെയ്യാം നോക്കാം. ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് നമുക്ക് തന്നിട്ടുണ്ടോ? അതല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മൾ അവനെ എന്തായിട്ട് എടുത്തു?
100% ആയിട്ട് എടുത്തു. എന്താ സംഭവിച്ചത്? 100% ടോട്ടൽ വോട്ടിന്റെ 20% ആൾക്കാർ എന്ത് ചെയ്തില്ല? കാസ്റ്റ് ചെയ്തില്ല. ബാക്കി എത്ര പേരാ കാസ്റ്റ് ചെയ്തത്? 80% ആൾക്കാർ കാസ്റ്റ് ചെയ്തില്ലേ? ഉറപ്പാണല്ലോ, ഡൗട്ട് ഒന്നുമില്ലല്ലോ. ആ 80%ന്റെ അല്ലെങ്കിൽ ആ കാസ്റ്റഡ് വോട്ടിന്റെ 10% വോട്ട്സ് എന്തായി മാറി? ഫൗണ്ട് ഇൻവാലിഡ് ആയി മാറി. 10% ഇൻവാലിഡ് ആണെങ്കിൽ ബാക്കി 90% അല്ലേ ഉള്ളൂ വാലിഡ് വോട്ട്. ഓക്കെ ആണല്ലോ. നമ്മളോട് പറയുകയാണ് സക്സസ്ഫുൾ കാൻഡിഡേറ്റ് ഗോട്ട് 56% ഓഫ് ദ വാലിഡ് വോട്ട്. അപ്പൊ നോക്ക്, വാലിഡ് വോട്ട് ടോട്ടൽ 100% ആണെങ്കിൽ, ഞാൻ ഒരിക്കലും പറഞ്ഞില്ല ടോട്ടൽ വോട്ടാണ്, ഇത് വാലിഡ് വോട്ടിന്റെ കേസ് മാത്രമാണ് ഞാൻ പറയുന്നത്. 56% ആർക്ക് കിട്ടി? വിന്നറിന് കിട്ടി. 44% അല്ലേ ബാക്കി? 100 - 56 എത്ര? ലൂസറിന് കിട്ടുന്ന 44 അല്ലേ? അപ്പൊ ഇവര് തമ്മിലുള്ള ഡിഫറൻസ് അല്ലേ ഈ പറഞ്ഞിരിക്കുന്ന മെജോറിറ്റി അല്ലെങ്കിൽ ഭൂരിപക്ഷം? 12% കിട്ടത്തില്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റ് ഇവന്റെ 12% എടുത്താൽ പോരെ? ആ വാല്യൂ അല്ലേ ഈ തന്നിരിക്കുന്ന 1728 എന്ന് പറയുന്നത്. ഇനി അങ്ങ് ചന്നം പിന്നെ അങ്ങ് വെട്ടിക്കളഞ്ഞാൽ പോരെ? ഈ 100ഉം കട്ട് ചെയ്ത് കളഞ്ഞൂടെ? നോക്കിക്കോ, ഇവിടെ എത്ര വരും? ഈ 0യും കട്ട് ചെയ്ത് കളഞ്ഞൂടെ? ഈ 0യും കട്ട് ചെയ്ത് കളഞ്ഞൂടെ? ഇനി നോക്ക്, ബാക്കി എന്തെങ്കിലും വെട്ടാനുണ്ടോ? ഇല്ല. 9 കൊണ്ട് കട്ട് ചെയ്യാലും എത്ര ടൈംസാ? 9 കൊണ്ട് 1 ടൈംസ് വരും. ബാക്കി 8 ഇവിടെ വരത്തില്ലേ ക്യാരി ആയിട്ട്? അപ്പൊ 82-നകത്ത് എത്ര ടൈംസാ? 9 ടൈംസ് അല്ലേ? 9 × 9 81. ബാക്കി 1 ഇവിടെ കൊടുത്തൂടെ? ബാക്കി 1 ഇവിടെ കൊടുക്കുമ്പോൾ എന്തായി മാറും? 18 ആയി മാറത്തില്ലേ? 18-നകത്ത് എത്ര ടൈംസാ? 2 ടൈംസ് അല്ലേ? ഇനി 12 16 നമ്മൾ കണ്ടുപിടിച്ചില്ലേ? 12 16 എത്ര? 12 16 192 കിട്ടിയില്ലേ? ബാക്കി 8 ഇല്ലേ ഇവിടെ? ആ 8നെ കട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2 ടൈംസ് എന്ന് കിട്ടും. അപ്പൊ നമുക്കിവിടെ 1% അല്ലേ? സോ 1%ന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 200 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് 100%ന്റെ വാല്യൂ അല്ലേ ടോട്ടൽ? ഇനി നിങ്ങൾ ചോദിക്കും, ഈ 100% എന്തിനാ കട്ട് ചെയ്ത് കളഞ്ഞെന്ന്? അങ്ങനെയും ചെയ്യാം. ഈ 100 കട്ട് ചെയ്ത വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എന്ത് കിട്ടും? ആ തന്നിരിക്കുന്ന 100%ന്റെ വാല്യൂ ഡയറക്റ്റ് കിട്ടും. അപ്പൊ 100%ന്റെ വാല്യൂ എത്ര ആയിരിക്കും? 200 ഇൻറ്റു ഒരു 100 കൂടെ ചെയ്താൽ പോരെ? എത്ര വരും? 20,000 ആയിരുന്നു ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റിനകത്ത് ഉണ്ടായിരുന്ന വോട്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പൊ ഏതാ ഓപ്ഷൻ? എഗെയിൻ നമ്മുടെ ഓപ്ഷൻ ഡി ആണ്. എല്ലാവർക്കും ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ ഇലക്ഷൻ എന്ന് പറഞ്ഞ ഒരു വലിയൊരു ചാപ്റ്റർ. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാൻ പറ്റുന്നത്, ബേസിക് നല്ല രീതിയിൽ പറഞ്ഞു തന്നു, എല്ലാവർക്കും മനസ്സിലാവുന്നത്, ഇപ്പം ആർക്കാണെങ്കിലും മനസ്സിലാവുന്ന രീതിയിൽ തന്നെ പറഞ്ഞു തന്നത്. അപ്പൊ നല്ല വൃത്തിക്ക് നിങ്ങൾ പഠിക്കരുത്. കാര്യം ഇതുണ്ടെങ്കിലേ മെയിൻസിന് ഇൻ കേസ് ഒരു DI വരുവാണെങ്കിലോ, ഇലക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു DI വരുവാണെങ്കിലോ, അല്ലെങ്കിൽ വേരിയബിൾ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിലോ നമുക്ക് ചെയ്യണ്ടേ? RRB ക്ലർക്കൊക്കെ വരുമല്ലേ, അതിൻ്റെയൊക്കെ മെയിൻസ് ഇല്ലേ? അതുപോലെ തന്നെ ഇനി ഒരുപാട് എക്സാംസ് വരുമല്ലേ? ഇനി IBPS PO മെയിൻസ് വരുന്ന 12-ാം തീയതി അല്ലേ? ഇനി അങ്ങോട്ട് വരുന്ന എല്ലാ എക്സാംസിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനൊരു ഡെഡിക്കേറ്റഡ് അല്ലെങ്കിൽ ഒരൊറ്റ വീഡിയോയിൽ അത്രയും കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യിക്കുന്നത്. അപ്പം നല്ല രീതിയിൽ ഇത് പഠിക്കുക, നല്ല രീതിയിൽ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക, നല്ല രീതിയിൽ അത് എംബോസിഷൻ പോലെ 2 വട്ടമൊക്കെ എഴുതി പഠിക്കുക, നല്ല രീതിയിൽ റിവൈസ് ചെയ്യുക. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഡെപ്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ പഠിച്ചിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ ആണല്ലോ? അപ്പം നല്ല രീതിയിൽ പഠിക്കുക, വരുന്ന എക്സാംസിനൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുക. അപ്പം നല്ല ഒരു ഇനിയുള്ള ദിവസങ്ങളിൽ ഒരു സമയം പോലും കളയാതെ വൃത്തിക്ക് പഠിച്ച് ഈ വർഷം തന്നെ എല്ലാവരും ജോലിക്ക് പോകണം. ഓക്കെ ആണല്ലോ? അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു.